പരമപൂജനീയനായ ചിദാനന്ദപുരി സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ സമ്പൂർണ്ണ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സജ്ജനങ്ങളെ, കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് നടത്തുന്ന ചിദാനന്ദപുരി സ്വാമിജിയുടെ 16ാമത് ധർമ്മ പ്രഭാഷണ പരമ്പരയുടെ തുടക്കം ഇന്നിവിടെ നടക്കുകയാണ്. ആ ഒരു സമ്മേളനത്തിനാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നോട്ടീസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിവേകാനന്ദ ജയന്തിയായ ജനുവരി 12-ാം തീയതി നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ ദിവസം ഔപചാരികമായ ഒരു ഉദ്ഘാടന സമ്മേളനത്തോടു കൂടിയാണ് നമ്മൾ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. ഔപചാരികമായ ഒരു ഉദ്ഘാടനം ഇവിടെ ഇല്ല. അതിന് കാരണം നമ്മൾ ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് കഴിഞ്ഞ 5 വർഷങ്ങളായി വേദാന്ത ശാസ്ത്രത്തിനനുസൃതമായി ധർമ്മശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മഹാത്മാക്കളായിട്ടുള്ള പണ്ഡിതന്മാർക്ക് വേദാന്തരത്നം എന്ന പേരിൽ ഒരു പുരസ്കാരം നൽകി വരുന്നുണ്ട്. ഈ പ്രാവശ്യം അത് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ അധിപതിയും ഋഷികേശിലെ ഹരിഹര കൈലാസാശ്രമത്തിലെ ആചാര്യനുമായ ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾക്കാണ് നൽകുന്നത്. സ്വാമിജിക്ക് ഇന്നിവിടെ വന്നത് സ്വീകരിക്കാൻ ഒരു നിർവാഹവുമില്ല. 14-ാം തീയതി മാത്രമേ സ്വാമിജിക്ക് ഒഴിവുള്ളൂ. അപ്പോൾ സ്വാമിജി തന്നെ നേരിട്ടത് വന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് ആശ്രമം നമ്മുടെ പരിപാടിയുടെ ക്രമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. ആ പുരസ്കാര സമർപ്പണം 14-ാം തീയതിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാമിജിയുടെ പ്രഭാഷണ പരിപാടിയിൽ ഇന്നിനി ഇവർ ഔപചാരികമായ ഉദ്ഘാടനം വെച്ചു. 14-ന് പുരസ്കാര സമർപ്പണമൊക്കെയായി. പ്രഭാഷണ പരിപാടിക്കും സമയത്തിൽ കുറവ് വരരുത് എന്നും കരുതി നമ്മൾ ഔപചാരികമായ ഒരു ഉദ്ഘാടനം തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അത് എല്ലാവരെയും അറിയിക്കുന്നു. ആ ഒരു പ്രയാസം എല്ലാവരും ഉൾക്കൊള്ളുക. നമ്മുടെ അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഈ കൂടിയിരിക്കുന്നവർക്ക് ഏതാണ്ട് ധാരണയൊക്കെ ഉണ്ട്. നമ്മൾ വളരെ കാലമായി സ്വാമിജിയെയും ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ. എങ്കിലും കുറച്ചു പേർക്കെങ്കിലും പുതുതായിട്ട് വരുന്നവരും ഒക്കെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെ ആശ്രമത്തിൻ്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ലോകത്തിലെ ശാന്തിക്കും സമാധാനത്തിനും ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ പരമ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ആർജിക്കുക എന്നുള്ളതാണ്. അറിവിലൂടെ മാത്രമേ നമുക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഈ നമ്മുടെ പൂർവരായ ഋഷീശ്വരന്മാർ നമുക്ക് തന്ന ഈ ഒരു മഹത്തായ ഉപദേശത്തിൻ്റെ പ്രചാരണവും അതുപോലെ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള സാമ്പ്രദായികമായി സമ്പ്രദായത്തിനനുസരിച്ച് അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രചാരണവും പഠന പാഠനങ്ങളുമാണ് അദ്വൈതാശ്രമത്തിന് മുഖ്യമായി നടന്നു വരുന്നത്. അതിൽ ഇതുപോലുള്ള ചടങ്ങുകളിലും മറ്റും ഇത്തരം അറിവിനെ സ്വാംശീകരിച്ച, അറിവിൻ്റെ തന്നെ മൂർത്തികളായി മാറിയ മഹത്തുക്കൾക്ക് അവരെ ആദരിക്കുകയും അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിൽ വളരെ കാലം പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള പണ്ഡിതന്മാരെയും ആദരിക്കുകയും ജിജ്ഞാസുക്കളായിട്ടുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശവും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ട്. ഏതായാലും ശരി, അദ്വൈതാശ്രമത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമായ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കാലാതിവർത്തിയായ ഈ ഒരു സത്യത്തെക്കുറിച്ചുള്ള പ്രചാരണത്തിൽ
ഒരുപാട് പരീക്ഷണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രചാരണ രീതിയിലും മറ്റുമൊക്കെ ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്തണം എന്നൊക്കെ അഭിപ്രായത്തോടു കൂടി ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ പരീക്ഷണങ്ങളെയും സ്വാഗതം ചെയ്യുന്നു, എല്ലാം നല്ലത് തന്നെ. പക്ഷെ ആശ്രമത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, സ്വാമിജി നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, സമ്പ്രദായത്തിൽ നമ്മുടെ പൂർവരായ ആചാര്യന്മാർ നമുക്ക് മുന്നിലേക്ക് തന്ന നമ്മുടെ സമ്പ്രദായത്തിൽ വെള്ളം ചേർക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാതെ കാലാതിവർത്തിയായ ഈ ഒരു സത്യ ദർശനത്തെക്കുറിച്ച് അവർ തന്ന ഉപദേശത്തിന്, അതിൻ്റെ അന്വേഷണ രീതിക്ക് ഒരു കാലത്തിൻ്റെയും കീഴിൽ നമ്മൾ പരിവർത്തനം വരുത്തേണ്ടതില്ല. കാലാതിവർത്തിയായതിന് കാലത്തെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ആ സാമ്പ്രദായിക രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോവുക, അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആശ്രമത്തിൽ ഒക്കെ അറിയാം, ബ്രഹ്മവിദ്യാപീഠം നടക്കുന്നു. സാമ്പ്രദായികമായ രീതിയിൽ ശാസ്ത്രം, വേദാന്ത ശാസ്ത്രം പഠിച്ച് പ്രചരിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളവർക്ക്, അതിലൂടെ സത്യസാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട അറിവുകളെ സാമ്പ്രദായികമായ രീതിയിൽ തന്നെ നൽകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ബ്രഹ്മവിദ്യാപീഠം പ്രവർത്തിക്കുന്നു. അതിൽ രണ്ടാമത്തെ 5 വർഷത്തെ കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 10ഓളം ബ്രഹ്മചാരിമാർ അവിടെ നിഷ്ഠയോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ അവിടെ ഗൃഹസ്ഥന്മാർക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ക്ലാസ്സുകൾ നടക്കുന്നു. എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ്സുകൾ അവിടെ നടക്കുകയാണ്. അതുപോലെ വർഷത്തിൽ ഡിസംബർ മാസം 23-ാം തീയതി മുതൽ 29 വരെ അന്തര്യോഗം നടക്കുന്നു. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗുരുപൂർണിമയോടനുബന്ധിച്ച് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപനിഷത്ത് വിചാരസത്രം നടക്കുന്നു. ഒരു കോളേജ് തല വിദ്യാർത്ഥികൾക്ക് ധാർമ്മികമായൊരു ദിശാബോധം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏപ്രിൽ മാസം 23 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ, പഠന പദ്ധതികൾ നടക്കുന്നു. അതിനു പുറമെ വേറെ ഒട്ടനവധി ക്ലാസ്സുകൾ ആശ്രമത്തിൽ നടക്കുന്നു. പിന്നെ ഇതാണ് ഒരു മുഖ്യമായ പരിപാടി. മറ്റൊന്ന്, സ്വാമിജി ആശ്രമത്തിന് പുറത്ത് നടത്തുന്ന ഒട്ടനവധി പ്രഭാഷണങ്ങൾ, വേദാന്ത ശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ധർമ്മശാസ്ത്ര പ്രചരണങ്ങൾ നമ്മുടെ ധർമ്മശാസ്ത്രത്തെ നിലനിർത്താൻ വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ മുതലക്കുളത്ത് ആശ്രമം നേരിട്ട് ഈ ധർമ്മപ്രഭാഷണ പരിപാടിയും നടത്തുന്നത്. ഇതാണ് മറ്റൊരു പ്രവർത്തനം. അത് സ്വാമിജി കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ വ്യാപകമായി നടന്നു വരുന്നു. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്, നമ്മുടെ അർഹിക്കുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ സമൂഹം. അതിനെ കാണാതിരുന്നുകൂടാ. അതും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക്, സേവാ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു ബാലസദനം, 43 കുട്ടികൾ അവിടെ താമസിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുകയാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ മറ്റു പല രീതിയിലും നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഒരു വിദ്യാലയവും ഇപ്പം ആശ്രമത്തിൻ്റെ ഭാഗമായി ശ്രീശങ്കര വിദ്യാപീഠത്തിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. ശ്രീശങ്കര വിദ്യാപീഠം എന്ന പേരിൽ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പം പ്രവർത്തിച്ചു വരികയാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പുറമെ ഇപ്പം തന്നെ സ്വാമിജിക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ഗുജറാത്തിലെ അവിടെ ആശ്രമമുണ്ട്. ഗുജറാത്തിലെ ആശ്രമത്തിൽ സ്വാമിജി ആചാര്യനായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പാലക്കാട് ഒരു അദ്വൈതാശ്രമം ആനിക്കോടിനടുത്ത് കഴിഞ്ഞ വർഷം മെയ് 5-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ അവിടെയും ഇതുപോലുള്ള അന്തര്യോഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ അറിയണം എന്നാഗ്രഹിക്കുന്നവർക്ക് വളരെയധികം സന്തോഷത്തെ നൽകിക്കൊണ്ട് എല്ലാവരുടെയും പ്രതികരണങ്ങൾ എങ്ങനെയാണ്, വളരെ സംതൃപ്തമായ രീതിയിൽ ആളുകൾ, ജിജ്ഞാസുക്കൾ വരികയും പഠിക്കുകയും ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കഴിയുന്ന രീതിയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, സ്വാമിജിയുടെ പരിമിതി അല്ല ഉദ്ദേശിച്ചത്, ആശ്രമത്തിൻ്റെയും മറ്റ് സാഹചര്യങ്ങളുടെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ സ്വാമിജി വളരെ വലിയ രീതിയിൽ നടത്തി വരുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ
ഈ കൂടിയിരിക്കുന്നവർ അന്വേഷിക്കുക, മനസ്സിലാക്കുക. അവരവർക്ക് കഴിയാവുന്നത് ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ധർമ്മമാണ്, ഈ ഒരു സന്ദേശമാണ് നമ്മുടെ രാഷ്ട്രത്തിന്, ലോകത്തിനായി നൽകേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആശ്രമം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക, നമ്മൾക്ക് നേടാനുള്ളത് നമ്മൾ നേടുക. അതിനുവേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ അവനവൻ എന്ത് ചെയ്യാൻ കഴിയും അത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉണ്ടാവണം എന്നുകൂടെ ഈ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ ഉദ്ഘാടന തന്നെ മാറ്റിവെച്ചത് സമയം നഷ്ടപ്പെടാതിരിക്കാനാണ്. ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രം. മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആശ്രമമായിട്ട് ബന്ധപ്പെടുക. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തൊക്കെ നമുക്ക് ബന്ധപ്പെടണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയണം. കൂട്ടത്തിൽ ആശ്രമത്തിലേക്കും വരികയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുക എന്ന് മാത്രം പറയുന്നു. ഇന്ന് ഔപചാരികമായൊരു ഉദ്ഘാടനം വെച്ചിട്ടില്ലെങ്കിലും സ്വാമിജി തന്നെ ദീപം തെളിയിച്ചുകൊണ്ട് ഇതിൻ്റെ ആരംഭം കുറിക്കും. സ്വാമിജിയെ ഞാൻ ആശ്രമത്തിൻ്റെ പേരിൽ, സമിതിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇത് പകർത്താനും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഞങ്ങൾ എന്തായാലും അവിടെ വരും. ഞങ്ങൾ പോയി ക്ഷണിച്ചപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ എത്തും. ഞങ്ങൾ വേണ്ടത് ചെയ്യും. എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങളാൽ കഴിയുന്ന ശ്രമം നടത്തുമെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകരുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിന് സ്ഥലം അനുവദിച്ചു തന്നവരും എല്ലാ തരത്തിലുള്ള അധികാരികളെയും സഹകരിച്ചവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ സമാരംഭം കുറിക്കാൻ ദീപപ്രജ്വാലനത്തിനായി സ്വാമിജിയോട് അപേക്ഷിച്ചു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്നു മുതൽ 7 സന്ധ്യകളിൽ ഈ വർഷത്തെ ധർമ്മപ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഇവിടെ ഒത്തുകൂടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഈ വർഷം മുതൽ കുറച്ചുകൂടി ശാസ്ത്രത്തിലേക്ക് അല്പം കൂടി കൂടുതലായി പ്രവേശിക്കത്തക്ക രീതിയിൽ ഒരു പരിവർത്തനം ഇതിൻ്റെ പദ്ധതിയിൽ വരുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായത്തെ അധികരിച്ചാണ് ഈ വർഷത്തെ ഈ കാര്യപരിപാടി എന്ന് എല്ലാവരെയും നോട്ടീസിലൂടെ അറിയിച്ചത്. നമുക്ക് ക്രമമായി അല്പാൽപമായി ചിന്തിച്ച് ഗീതാശാസ്ത്രത്തിലേക്കും തദ്വാര വൈദിക ചിന്തയിലേക്കും ഒന്ന് എത്തി നോക്കാം.
പ്രത്യേകിച്ച് ആരംഭത്തിൽ തന്നെ പറയുന്നു, കേവലം പ്രഭാഷണം കേട്ട് എഴുന്നേറ്റ് പോകുന്നത് കൊണ്ടൊരു പ്രയോജനവുമില്ല. ഏതൊരു വിഷയം വിശദമാകണമെങ്കിലും സമഗ്രമാവണമെങ്കിലും അതിനെ സംബന്ധിക്കുന്ന സംശയങ്ങൾ, ആവശ്യമുള്ള ചർച്ചകൾ അനുബന്ധമായി നടക്കണം. അങ്ങനെയുള്ള സംശയ നിവാരണങ്ങൾ വരുമ്പോഴാണ് വിഷയം പൂർണ്ണമാവുക. അതുകൊണ്ട് ആരംഭത്തിലേ പറയുന്നു, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒരു കഷ്ണം കടലാസിൽ എഴുതി വയ്ക്കുക, അതിൻ്റെ സമയത്ത് തരിക. അറിയുന്നതാണെങ്കിൽ നിശ്ചയമായും ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇത്തരമൊരു വലിയ വേദിയിൽ നേരിട്ട് ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടാണ് കടലാസിൽ എഴുതി തരാൻ പറയുന്നത്. അങ്ങനെ ചർച്ചകളിലൂടെ വിഷയം വിശദമാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പം ചില ആശയങ്ങൾ പറഞ്ഞുകൊണ്ടാവട്ടെ. നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ ഒരു സംവത്സരം വളരെയധികം മഹാത്മാക്കളുടെ അനുസ്മരണം നമ്മൾ ചെയ്യുന്നൊരു സന്ദർഭമാണ്. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ വിവേകാനന്ദ സ്വാമികളുടെ 150-ാം ജന്മവാർഷികം ആചരിച്ചതിൻ്റെ സമാപ്തി ദിവസമാണ്. നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന ഭാരതത്തെ, അടിമത്തത്തിൻ്റെ ആഴക്കയങ്ങളിൽ അമർന്നു കിടന്നിരുന്ന ഭാരതത്തെ, എന്തിനേറെ അടിമത്തം ദൈവദത്തമാണെന്ന് പോലും അഭിമാനിച്ച് തീർത്തും ജാഡ്യത്തിൽ അമർന്നിരുന്നൊരു സമാജത്തെ അനാദിയായ വേദാന്തത്തിൻ്റെ ശബ്ദങ്ങളെ കൊണ്ട് ഉണർത്തിയ മഹാപുരുഷൻ. തദ്വാര നമ്മുടെ അജ്ഞാനത്തെ, അജ്ഞാനജനിതങ്ങളായ ഒട്ടനവധി ഹീനതകളെ തട്ടിമാറ്റി ഈ ഭാരതാംബയെ ഉണർത്തുന്നതിന് പരിശ്രമിച്ച മഹാപുരുഷൻ. ഈ ഭാരതത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ പ്രസരിപ്പിക്കുകയും അക്കാലത്ത് തീർത്തും അപരിഷ്കൃതമാണ് ഭാരതം, ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പാഴ്ശേഖരമാണ് ഭാരതം എന്ന് അറിയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ലോകത്തിന് മുമ്പിൽ ഭാരതീയ സംസ്കൃതിയുടെ മഹിമയെ, നമുക്കേറെ പഠിക്കാനുണ്ട് ഭാരതത്തിൽ നിന്നുള്ള തിരിച്ചറിവിനെ പ്രദാനം ചെയ്ത മഹാപുരുഷൻ വിവേകാനന്ദ സ്വാമികൾ. എത്ര വർണ്ണിച്ചാലും ആ വർണ്ണനകളിൽ ഒതുങ്ങാത്ത മഹാപുരുഷൻ. ആ വിവേകാനന്ദ സ്വാമികളുടെ 150-ാം ജന്മവാർഷികം വിവിധ കാര്യപരിപാടികളോടുകൂടി ലോകം മുഴുവൻ സമാചരിച്ചു. ഇന്ന് 151-ാമത്തെ വാർഷിക ദിനം. കേരളത്തെ സംബന്ധിച്ച് വിവേകാനന്ദ സ്വാമികളോടൊപ്പം നമ്മൾ പറയേണ്ടുന്ന മറ്റൊരു മഹാപുരുഷൻ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ തന്നെ ശിഷ്യൻ,
നിർമ്മലാനന്ദ സ്വാമികൾ പ്രത്യേകിച്ച് ശാസ്ത്രസിദ്ധമായ രീതിയിൽ അതിഹീനമായ ജാതീയമായ ദുരാചാരങ്ങളെ, ഉച്ചനീചത്വ കൽപ്പനകളെ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള അവസ്ഥാവിശേഷം, ഈ ഹീനതകളിൽ നിന്ന് കേരളത്തെ വിശേഷിച്ച് ഹിന്ദു സമാജത്തെ സമുദ്ധരിക്കുന്നതിന് ഏറ്റവും ഏറെ പരിശ്രമിച്ച മഹാപുരുഷൻ നിർമ്മലാനന്ദ സ്വാമികൾ. അനേക പന്തിഭോജനങ്ങൾ നടത്തുക മാത്രമല്ല, അങ്ങനെ ഭക്ഷണം കഴിച്ചവരുടെ മുഴുവൻ ഇലകൾ സ്വന്തം കൈകൊണ്ടെടുത്ത് ഇവിടെ ജാതീയമായ യാതൊരു പരികൽപ്പനകൾക്കും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ താല്പര്യമില്ല എന്നെടുത്തു കാണിച്ച മഹാപുരുഷൻ. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികമാണിത് ഇപ്പോൾ നമ്മൾ സമാചരിച്ചത്. 1863 ജാനുവരി 12-നാണ് പിന്നീട് വിവേകാനന്ദ സ്വാമികളായി തീർന്ന നരേന്ദ്രനാഥൻ്റെ ജന്മമെങ്കിൽ 1863 ഡിസംബർ 23-നാണ് പിന്നീട് നിർമ്മലാനന്ദ സ്വാമികളായി തീർന്ന തുളസീനാഥൻ്റെ ജന്മദിനം. ആ 150-ാം വാർഷികം കേരളീയ സമൂഹത്തിൽ എന്തുകൊണ്ടും ആത്മവിശ്വാസം ഉണർത്തിക്കൊണ്ടും അതുവരെ മനുഷ്യരായി പോലും അംഗീകരിക്കപ്പെടാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് തീർത്തും ആരാധനയിലൂടെ ഉയരാനുള്ള സന്ദർഭമൊരുക്കുകയും ചെയ്ത് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒന്നാണ്. അതിൻ്റെ 125-ാം വാർഷികം അതാണ് കടന്നു പോകുന്നത്. കേരളീയ സമൂഹത്തിൽ തദ്വാര മൊത്തം ഭാരതത്തിൽ മനുഷ്യരായി പോലും അംഗീകരിക്കപ്പെടുകയില്ലാതിരുന്ന ജനവിഭാഗങ്ങൾ, അതുകൊണ്ട് തന്നെ പലവിധ പീഡകൾ ഏറ്റുവാങ്ങിയിരുന്ന ജനവിഭാഗങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടം കൂട്ടമായി മതപരിവർത്തനത്തെ സമാശ്രയിക്കുകയല്ലാതെ വേറൊരു മാർഗം മുമ്പിലില്ലാതിരുന്ന കുറേ മനുഷ്യ കോലങ്ങൾ, കാളിയെയും കൂളിയെയും മാത്രം ആരാധിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിമകളായി നിലനിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ. അങ്ങനെയുള്ള ജനസമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ശക്തമായി രംഗപ്രവേശം ചെയ്ത മഹാത്മാ അയ്യങ്കാളിയുടെ 150-ാം ജന്മവാർഷികം. ആ അയ്യങ്കാളിയുടെ നാമം നമ്മൾ സ്മരിക്കുമ്പോൾ മഹാത്മാ അയ്യങ്കാളിയെ ആ ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ച, ധീരതയോടുകൂടി മുന്നോട്ട് പോവാൻ നിത്യവും പ്രേരിപ്പിച്ച, എപ്പോഴും അയ്യങ്കാളിയുടെ കൂടെ നിന്ന് വേദാന്ത ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ തപസ്സിൻ്റെ പരിപൂർണമായ ബലം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച മഹാത്മാവായ സദാനന്ദ ഭാരതി സ്വാമികളെ നമ്മൾ വിസ്മരിക്കരുത്. സദാനന്ദ ഭാരതി സ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ മഹാത്മാ അയ്യങ്കാളി ഉണ്ടാവില്ലായിരുന്നു. ശ്രദ്ധിക്കുക. ഇന്ന് ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സവർണനെന്നും അവർണനെന്നും ദളിതനെന്നും മുന്നോക്കക്കാരനെന്നും മറ്റും വിഭജിച്ച് നമ്മൾ അബദ്ധ ജൽപ്പനങ്ങളെ ചെയ്യുമ്പോൾ
ഓർമ്മിക്കുക, എവരുടെ ഭാഷയിൽ സവർണനായിരുന്നു സദാനന്ദ ഭാരതി. ആ സദാനന്ദ ഭാരതി സ്വാമികളാണ് ധീരതയോടുകൂടി, വീര്യത്തോടുകൂടി അത്യന്തം ചൂഷിതർക്ക് വേണ്ടി മുന്നോട്ട് വരാൻ അയ്യങ്കാളിയെ പ്രേരിപ്പിക്കുക മാത്രമല്ല, അനുദിനം അയ്യങ്കാളിയുടെ കൂടെ നിൽക്കുകയും സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരനാവുകയും ചെയ്തതെന്ന് വിസ്മരിക്കരുത്. പലപ്പോഴും അത് നമ്മൾ ഓർമ്മിക്കാറില്ല. ഒരിക്കലും വിസ്മരിക്കരുത്. അതുപോലെ പ്രസക്തമാണ് കേരളീയ സമൂഹത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച, പ്രായണ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഈശ്വര ജപധ്യാനങ്ങളിൽ ആത്മാനുസന്ധാനത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ സാമാജിക പ്രവർത്തനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ആനയിക്കുന്നതിന് നിമിത്തഭൂതനായി തീർന്ന ഡോക്ടർ പൽപ്പു, ഡോക്ടർ പൽപ്പുവിൻ്റെ 150-ാം ജന്മവാർഷികം ലോകം മുഴുവൻ ഭഗവത്ഗീതയുടെ സന്ദേശം ശക്തമായി പ്രസരിപ്പിച്ച ചിന്മയാനന്ദ സ്വാമികളുടെ 100-ാം ജന്മവാർഷികം ഇതാ വരുന്നു. ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കുന്ന സമയത്ത് എത്രയെത്ര മഹാപുരുഷന്മാരുടെ കേരളീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് കൊച്ചിയിൽ വെച്ച് നടന്ന കായൽ സമ്മേളനം. റോഡിലൂടെ നടക്കാനും പൊതുമൈതാനങ്ങളിൽ യോഗം കൂടാനും അനുവാദമില്ലാതിരുന്ന ജാതിയിൽ താഴ്ന്നവർ അതെ സംഘടിക്കാനും ശക്തരാവാനുമുള്ള തീരുമാനം എടുത്ത കായൽ സമ്മേളനം, അതിൻ്റെ 100-ാം വാർഷികം. ഇതൊക്കെ ഒത്തുചേരുന്നൊരു സംവത്സരത്തിൽ നമ്മൾ ഇന്ന് ഒത്തുകൂടുമ്പോൾ നമ്മൾ വെറുതെ ഒത്തുചേർന്നങ്ങ് പിരിഞ്ഞാൽ പോരാ. ഇതെല്ലാം നൽകുന്ന സന്ദേശം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കണം. ധർമ്മത്തിൻ്റെ അടിത്തറയിൽ ഇരുന്നു കൊണ്ട് എല്ലാ മേഖലകളിലും ഉയരാനുള്ള വേദമുപദേശിച്ച ഏകതയെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉൾക്കൊള്ളാനുള്ള, പ്രദർശിപ്പിക്കാനുള്ള, അതിലൂടെ കരുത്തുറ്റൊരു സമൂഹമായി, ഐശ്വര്യമുള്ളൊരു സമൂഹമായി, അറിവുള്ള സമൂഹമായി ഉയരുന്നതിന് പ്രതിജ്ഞാബദ്ധമായൊരു ഭാവം സ്വീകരിക്കാൻ ഇതിനൊക്കെയും നമുക്ക് സാധിക്കണം. ഈ രീതിയിലുള്ള ഉണർവ് നമുക്ക് ലഭിക്കുന്നില്ലേ? കുറേ അന്തരീക്ഷ മലിനീകരണം ഈ ശബ്ദജാലങ്ങളെ കൊണ്ടുകൂടി ഉണ്ടാവുമെന്നല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല. അത് തുടക്കത്തിലേ പറയുന്നു. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വ്യക്തിതലത്തിൽ ആത്യന്തികമായ ഉയർച്ചയിലേക്ക് എത്താനും സാമാജിക തലത്തിൽ കരുത്തും മഹിമയും ശ്രീ വിജയ ഭൂതി ധ്രുവ നീതി എന്ന് ഭഗവാൻ ചെയ്ത ഗീതോപദേശത്തെ മുഴുവൻ കേട്ട ശേഷം ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ അല്ലെങ്കിൽ ഘടകങ്ങളെ സഞ്ജയൻ എടുത്തു പറഞ്ഞു. ആ ലക്ഷണങ്ങൾ ഉൾക്കൊണ്ടൊരു സമാജമായി തീരുന്നതിന് പരിശ്രമിക്കാനും നമുക്ക് സാധിക്കണം. അതിലേക്കൊക്കെ പ്രേരകമാകും വിധം ഇത്തരം സമാഗമങ്ങളെ ഉപയോഗിക്കണം നമ്മളെന്ന് മാത്രം പറഞ്ഞ്, അതാണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ച് ആ ഒരു മഹത്വമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ അനിവാര്യമായി ഉള്ളത് ശാസ്ത്രബോധമാണ്.
ശാസ്ത്രബോധത്തിലൂടെ മറ്റെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു. നമുക്ക് എന്തെല്ലാം അനാചാരങ്ങൾ ഉണ്ടായിരുന്നോ ഇന്നുമുണ്ടോ? നമ്മുടെ സമാജ ശരീരത്തെ എന്തെല്ലാം ദുരാചാരങ്ങൾ ഗ്രസിക്കുന്നുണ്ടോ? ഏതെല്ലാം അബദ്ധ വിശ്വാസങ്ങളെ നമ്മൾ താലോലിക്കുന്നുണ്ടോ? ഏതെല്ലാം ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകുന്നുണ്ടോ? അതിനെല്ലാം കാരണം ഒന്ന് മാത്രമാണ്. ഒന്ന്, ശരിയായ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ ഒരു ശതകത്തിന് മുമ്പ് ഭാരതത്തെയും ലോകത്തെയും മുഴുവൻ സ്പർശിച്ചറിഞ്ഞ ശേഷം ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞു, ഭാരതത്തിനേറ്റ രോഗം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പരിഹാര ഔഷധം എൻ്റെ പക്കലുണ്ട്. അത് മറ്റൊന്നല്ല, ശാസ്ത്രങ്ങളെ, സ്വാമിജി പറഞ്ഞത് വേദത്തെ, വൈദിക ശാസ്ത്രത്തെ വാരി വിതറൂ സമൂഹത്തിൽ എന്നായിരുന്നു. വാരി വിതറൂ. ഗിരിഗുഹകളിൽ നിന്നും യതിമഠങ്ങളിൽ നിന്നും വേദത്തെ, വൈദിക ചിന്തയെ പുറത്തേക്ക് കൊണ്ടുവന്ന് സമാജത്തിൽ വാരി വിതറൂ. സ്വാമിജി ഇത്ര വരെ പറഞ്ഞു, വേദാന്ത ബോധം കൊണ്ട് ഒരു വെള്ളപ്പൊക്കം സൃഷ്ടിക്കൂ എന്ന്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ഇതാണ് നമുക്കുള്ള ഒറ്റമൂല്യം. ഇതെല്ലാവരും ഓർമ്മിക്കുക. അതുകൊണ്ട് ശാസ്ത്രസ്വാധ്യായം ആവുന്ന രീതിയിലുള്ള പ്രചരണം, ഇതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ഉയരുക, ഉണരുക എന്ന് മാത്രം പറഞ്ഞ് വിഷയത്തിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. ഇപ്പം സൂചിപ്പിച്ചു, വേദ വൈദിക ബോധ പ്രചരണം, അതാണ് നമ്മുടെ മുമ്പിലുള്ള അവശ്യ കർത്തവ്യമെന്ന്. വേദമെന്നാൽ അത് അനന്തമാണ്. വേദം അപാരമാണ്. വേദം അഗാധമാണ്. അനന്തമാണ്, അഗാധമാണ്, അപാരമാണ്. ഈ വേദത്തെ മൊത്തം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ദുസ്സാധ്യമെന്നല്ല, ഒരു പക്ഷെ അസാധ്യമെന്ന് തന്നെ പറയണം. പേരുകളൊക്കെ ഉണ്ടാവും, ചതുർവേദി, ത്രിവേദി, ദ്വിവേദി എന്നൊക്കെ പേരുണ്ടാവും. ചിലപ്പോൾ വേദി മാത്രം ഉണ്ടോയെന്നറിയില്ല, കേട്ടിട്ടില്ല. ഉണ്ടാവും. ഉണ്ട്, വേദി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വേദിയുണ്ട്, കിരൺ ബേദി എന്നൊക്കെ പ്രസിദ്ധമായ പേരുകൾ കേട്ടിട്ടുണ്ട്. വേദിയുണ്ട്, ദ്വിവേദിയുണ്ട്, ത്രിവേദിയുണ്ട്, ചതുർവേദിയുണ്ട്. ഒരു വേദം പഠിച്ച ആൾ, 2 വേദം പഠിച്ച ആൾ, 3 വേദം പഠിച്ച ആൾ, 4 വേദം പഠിച്ച ആളെന്ന അർത്ഥം. ശരിയാണ്, അവരുടെ പരമ്പരയിൽ ഏതോ കാലത്ത് ഏതോ ഒരു പൂർവികൻ 4 വേദവും പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പറയാമെന്നല്ലാതെ വേദം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ആരുണ്ട്? ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ സ്വാഗതം ചെയ്യുമ്പോൾ ഈ സ്വാഗതക്കാർ പറയും, അപാര വേദ പണ്ഡിതനായ വേദത്തിൻ്റെ പാരം ദർശിച്ച ചിദാനന്ദപുരി സ്വാമികൾ ഇവിടെ പ്രഭാഷണത്തിന് വന്നതിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നു, ധന്യരാകുന്നു എന്നൊക്കെ ഒന്ന് ഞെളിഞ്ഞിരിക്കും. എനിക്കറിഞ്ഞൂടെ, വേദത്തിൻ്റെ പാരം പോയിട്ട് ഓരം പോലും കണ്ടിട്ടില്ല എന്ന്. സത്യമാണ് പറയുന്നത്. കുറേ സൂക്തങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കുറേ സൂക്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് ലഭിക്കാവുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാനും സംഹിത, ഏതാനും ബ്രാഹ്മണം, ഏതാനും ആരണ്യകം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വേദം മുഴുവനാവുമോ? വേദത്തിൻ്റെ ഒരു ഓരമാവുമോ? ചിന്തിക്കുക. അപാരവും അഗാധവുമാണ്. എന്നിരിക്കെ മനുവിൻ്റെ ഒരു വാക്യം നമ്മുടെ
സ്മൃതിയിലേക്ക് വരുന്നു. വേദോഖിലോ ധർമ്മമൂലം. അഖിലമായ സമ്പൂർണമായ വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ഈ സനാതന ധർമ്മത്തിൻ്റെ വേര്, അടിസ്ഥാനം വേദമാണ്. അറിവെന്നർത്ഥമുള്ള വേദം, പരമമായ ലാഭത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വേദം, അസ്തിത്വത്തെ ബോധിപ്പിക്കുന്ന വേദം, നിരന്തര വിചാരത്തിലൂടെ നേടേണ്ടുന്ന വേദം. പറഞ്ഞ 4 വിധധാതുവിൻ്റെ അർത്ഥങ്ങളാണ്. ശ്രദ്ധിക്കുക: ജ്ഞാനം, ലാഭം, അസ്തിത്വം, വിചാരണം എന്നൊക്കെ. ഈ വേദം ധർമ്മത്തിൻ്റെ മൂലമാണ്. അതേസമയത്ത് ധർമ്മത്തിൻ്റെ മൂലമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചു, പ്രായേണ ദുഷ്പ്രാപ്യം തന്നെയാണ്. സകല ആചരണങ്ങളുടെയും അടിസ്ഥാനം അറിവാണ്. സകല ആചരണങ്ങളുടെയും അടിസ്ഥാനം അറിവാണ്, അറിവായിരിക്കണം. അതായത് ധർമ്മമൂലം വേദമാണ്. ധർമ്മം ആചാരപ്രധാനമാണ്. ഒന്നുകൂടി പറയാം, ധർമ്മം ആചാരപ്രധാനമാണ്. ധർമ്മത്തിൻ്റെ മൂലം വേദമാണ്. വേദം അറിവാണ്. ഈ വേദം പ്രായേണ ദുഷ്പ്രാപ്യമാണെന്ന് പറയുമ്പോൾ ജനസാമാന്യത്തെ സംബന്ധിച്ച് പ്രായേണ അപ്രാപ്യമെന്ന് പറയുമ്പോൾ എന്നും അറിവില്ലാത്തവരായി ഇരിക്കേണ്ടേ നമ്മൾ? എന്നും അറിവില്ലാത്തവരായി ഇരിക്കില്ലേ നമ്മൾ? എന്താ ഇതിനൊരു പരിഹാരം? അവിടെ വേദസാരമെന്ന് നിസ്സംശയം പറയാവുന്ന ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. സരളദ്വയ ഭാഷ്യകാരനെന്ന് ശ്രീനാരായണ ഗുരുദേവൻ വിശേഷിപ്പിച്ച ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് വിശേഷിപ്പിച്ച ഭഗവത്ഗീത സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. സമസ്ത വേദങ്ങളിലും ഋഗ് യജു സാമ അഥർവ ഭേദങ്ങളിൽ, സംഹിത ബ്രാഹ്മണ ആരണ്യക ഉപനിഷത് ഭാഗങ്ങളിൽ 1180ഓളം ശാഖാഭേദങ്ങളിൽ നിലകൊള്ളുന്ന അഥവാ ഉപദിഷ്ടമായ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെ അനേകായിരം ഋഷീശ്വരന്മാരാൽ രചിക്കപ്പെട്ട അനേകായിരം ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന 6 അംഗങ്ങളാൽ അനുബദ്ധങ്ങളായ സമ്പൂർണമായ വേദത്തിലൂടെയും ഏതേതർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഭഗവത്ഗീത. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. ഈ ഭഗവത്ഗീതയെ നമ്മൾ ശ്രദ്ധിച്ചാൽ, വേദം മുഴുവൻ പഠിച്ചു എന്നാരും പറയരുത്, പക്ഷെ വേദം നൽകുന്ന സന്ദേശം മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. പണ്ടേ ഒരു സുഭാഷിതം ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവോ ഹി വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം എന്ന്. അനന്തശാസ്ത്രം. നമ്മുടെ മുമ്പിൽ എത്ര ശാസ്ത്രങ്ങളാ ഉള്ളേ? വിജ്ഞാനീയത്തിൻ്റെ ഓരോ ശാഖയിലേക്കും ഉപശാഖകളിലേക്കും നമ്മൾ പോവുകയാണെങ്കിൽ ശാസ്ത്രം അനന്തമാണ്. ആദ്യം നമ്മൾ ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം എന്നൊക്കെ 4ആയി വിഭജിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ശ്രൗതമെന്നോ സ്മാർത്തമെന്നോ വിഭജിക്കാൻ കഴിഞ്ഞേക്കാം.
പരാവിദ്യ എന്നോ അപരാവിദ്യ എന്നോ വിഭജിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇവയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അനന്തശാസ്ത്രം ഇത് ഒരു പുസ്തകമൊന്നുമല്ല, ലക്ഷോപലക്ഷം ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ ഉപദേശിച്ച അനേക ലക്ഷം ഗ്രന്ഥങ്ങൾ. ഇവയിലൊക്കെ അറിയപ്പെടേണ്ടുന്ന വിഷയങ്ങളോ ബഹുവേദിതവ്യം. ഏതാനും 3-4 വിഷയങ്ങളല്ല, ബഹുവേദിതവ്യം. അറിയപ്പെടേണ്ടുന്ന വിഷയങ്ങൾ ഒട്ടനവധി. നമ്മുടെയൊക്കെ മുമ്പിലുള്ള കാലമോ സ്വൽപശ്ച കാലോ, കാലം വളരെ കുറച്ച്. പലപ്പോഴും നമ്മൾ സന്ധ്യ ആവുമ്പോഴാ തുടങ്ങുക. ഇതിപ്പോൾ 6 മണിക്കാ തുടങ്ങിയത്. അല്പശ്ച കാലോ, കാലം വളരെ കുറവ്. ബഹവോഹി വിഘ്നാഹ. ശരി, വൈകിട്ടാ തുടങ്ങിയത്, സാരല്ല, എന്നാലെങ്കിലും ഒന്ന് പഠിക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ ബഹവോഹി വിഘ്നാഹ, തടസ്സങ്ങൾ നിരവധിയാണ്. എത്രയാ തടസ്സങ്ങളെന്ന് കണക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ളതാവുപ്പത്. അപ്പം പിന്നെ എന്താ ചെയ്യുക? ശാസ്ത്രം അനന്തമാണ്, അതിലറിയപ്പെടേണ്ടുന്ന വിഷയങ്ങൾ ഒട്ടനവധിയാണ്, കാലം കുറച്ചേ ഉള്ളൂ, വിഘ്നങ്ങൾ നിരവധിയാണ്. എന്ത് ചെയ്യും? നിരാശരായിരിക്കരുത്. എനിക്ക് സമയമില്ലെന്ന് പറയരുത്. അത് മൂഢന്മാരുടെ, ജഡന്മാരുടെ രീതിയാണ്. പിന്നെന്ത് ചെയ്യണം? യത് സാരഭൂതം തതുപാസിതവ്യം. സാരഭൂതമായത് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു. എല്ലാം പഠിക്കാൻ കഴിയില്ലേ? വേണ്ട, അവയുടെ സാരഭൂതമായത് പഠിച്ചോളൂ. യത് സാരഭൂതം തതുപാസിതവ്യം. സാരഭൂതമായത് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു. ഹംസോ യഥാ ക്ഷീരമിവാംബുമിശ്രം. അമ്പുമിശ്രമായ ക്ഷീരം, വെള്ളം ചേർന്ന പാല് അരയന്നത്തിന് കൊടുത്താൽ അത് പാല് മാത്രം കഴിക്കും, വെള്ളത്തെ ഉപേക്ഷിക്കും. അതുപോലെ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല എന്നാ മറുപടി. അതൊരു കൽപ്പനയാണ്, അതൊരു കൽപ്പന. അരയന്നത്തിന് പാലും വെള്ളവും കലർത്തി കൊടുത്താൽ പാല് മാത്രം കഴിക്കും, വെള്ളം ഉപേക്ഷിക്കും എന്നൊരു കൽപ്പന. കൽപ്പന ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതൊരു കൽപ്പനയാണ്. സത്യസന്ധമായി ചോദിച്ചാൽ പറയുന്ന മറുപടിയാണ് അതൊരു കൽപ്പനയാണ്. എന്നാൽ എതിർക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇതല്ല മറുപടി, അത് വേറെയാ, അത് കൽപ്പനയാന്നല്ല മറുപടി. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, സ്വാമി ഇത്രയും നേരം സ്വാമി വലിയ യുക്തിയുക്തമൊക്കെ സംസാരിച്ചിട്ട് ഇപ്പം ഈ പാലും വെള്ളവും ചേർന്ന മിശ്രം അരയന്നത്തിന് കൊടുത്താൽ അത് പാല് മാത്രം കഴിക്കുമെന്ന് പറഞ്ഞത് വിഡ്ഢിത്തല്ലേ എന്ന് ചോദിച്ചു. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, കണ്ണൂർ വെച്ചിട്ടാ ഈ സംഭവം നടക്കുന്നത്. കുറേ കൊല്ലായി. നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെയാ. നമ്മൾ പറഞ്ഞു അങ്ങനെ തന്നെയാ. എന്ത് വിഡ്ഢിത്തം? എന്ത് വിഡ്ഢിത്തം? ഒരു വിഡ്ഢിത്തം ഇല്ല. അപ്പോൾ ചോദിച്ചു അതെങ്ങനെ? അത് ഈ അരയന്നത്തിൻ്റെ കൊക്ക് വളരെ നീണ്ടതാ, അത് അസിഡിക്കാ, ആസിഡ് മീഡിയമാണ്. എൻ്റെയും തൻ്റെയും വായ ആൽക്കലിന, നമ്മുടെ ഉമിനീര് ആൽക്കലിന. അതുകൊണ്ട് നമുക്ക് പാല് കുടിച്ചാൽ കുഴപ്പമില്ല. ഇതിൻ്റെ കൊക്ക അസിഡിക്കാ, അതുകൊണ്ട് പാലങ്ങ് ചെല്ലുന്ന മാത്രയിൽ അത് വേർപിരിയും കട്ടയും വെള്ളമായിട്ട്. കട്ട മുഴുവൻ കഴിക്കും, വെള്ളം പുറത്തേക്ക് പോകും. അങ്ങനെയാ സ്വാമി? അങ്ങനെയാ. സീതാനന്ദപുരി സ്വാമിക്ക് അറിയോ? അരയന്നത്തെ തന്നെ കണ്ടിട്ടില്ല, പിന്നെയല്ലേ അരയന്നത്തിൻ്റെ കൊക്ക അസടിക്കാന്ന് അറിയുന്നത്. അരയന്നൊരു പക്ഷി ഉണ്ടോന്ന് തന്നെ അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നിട്ടല്ലേ ഇപ്പം അതിൻ്റെ കൊക്ക അസഡിക്കാണ്, അതിൽ പാലങ്ങ് തട്ടുമ്പോഴത്തേക്ക് വേർപിരിയും. പിന്നെ അവനോടൊക്കെ അതല്ലാണ്ട് പറയാൻ വഴിയുണ്ടോ? അവനെ കടിച്ചിരുത്താൻ അതല്ലാതെ വേറെന്താ വഴിയുള്ള? കാരണം പാല് വേർപിരിയണമെങ്കിൽ, വെള്ളവും കട്ടയായിട്ട് തിരിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഏതെങ്കിലും ആസിഡ് മീഡിയം അതിലാവണം. അപ്പോൾ അതിൻ്റെ കൊക്ക അസഡിക്കുക, എന്താ കുഴപ്പം? ഇയാൾ പിന്നെ സ്ഥിരം ക്ലാസ്സിന് വരാൻ തുടങ്ങി. അതെ, സ്ഥിരമായിട്ട് അവിടെ നടക്കുന്ന വേദാന്ത ക്ലാസ്സുകളിൽ വരാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാർ തെറിയേ ഉള്ളൂ.
ഒന്നുകൂടി പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സാരഭൂതമായത് ഉപാസിക്കൂ. എങ്കിലിതാ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. അതാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് മുഴുവൻ എത്തി നോക്കാനല്ല ഉദ്ദേശിക്കുന്നത്, അനുക്രമമായി ഓരോ ഭാഗത്തിലൂടെ കടന്നു പോവാനാണ്. ഈ പ്രാവശ്യം നമുക്ക് ഗീതയുടെ ആരംഭം ചിന്തിക്കാം. ഗീതോപദേശത്തിൻ്റെ ആരംഭം. ഇപ്പം 2-ാം അധ്യായം എന്ന് പറയണമെങ്കിൽ 1 ചിന്തിക്കാതെ 2ലേക്ക് കടന്നുകൂടാ. അപ്പോൾ സ്വാമി എന്നാ പിന്നെ 1-ാം അധ്യായം എന്ന് വെച്ചാൽ പോരെ ഇരുന്നോ? ശ്ലോകാനുശ്ലോകം 1-ാം അധ്യായം പഠിച്ചിരുന്നിട്ട് വലിയൊരു പ്രയോജനം നമുക്കില്ല. ഉണ്ട്, തീർച്ചയായിട്ടും 1-ാം അധ്യായത്തിൻ്റെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഗീത ഉപദേശിക്കപ്പെടുന്ന പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കിയാലേ ഗീത ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അതേ സമയത്ത് കേവലം 1-ാം അധ്യായം പഠിച്ചതുകൊണ്ട് വിശേഷിച്ചൊരു വേദാന്ത സാരപരമായൊരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനില്ല. അതുകൊണ്ട് നമ്മളിവിടെ 2ലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും 1 ചിന്തിക്കാതെ വയ്യ. മാത്രവുമല്ല, ഇത് 5115 വർഷം. അതെ, ഇതേതാ കൊല്ലം? 5115. 3 മാസം അത് കഴിഞ്ഞാൽ 5116 ആവും. അപ്പം ഈ 5115 വർഷം ജീവിക്കുന്ന നമ്മൾ പ്ലസ് 26 കൂടി കൂട്ടുക. ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഉപദേശിക്കപ്പെട്ട ഒരു ഉപദേശം ശ്രീകൃഷ്ണൻ എന്നൊരു വ്യക്തി അർജുനൻ എന്ന തൻ്റെ ശിഷ്യനായ മറ്റൊരു വ്യക്തിക്ക് നൽകിയ ഒരു ഉപദേശം, 51.5 നൂറ്റാണ്ട് പഴക്കം ചെന്നൊരു ഉപദേശം ഈ കാലഘട്ടത്തിൽ പഠിച്ചിട്ട് എന്ത് കാര്യം? ഈ പഴഞ്ചൻ വാക്യങ്ങൾ പ്രത്യേകിച്ചെന്നോ കാലമേതാ? കാലം നമ്മൾ പറയും കലിയുഗ എന്നൊക്കെ, പക്ഷേ ഈ പുതിയ ഭാഷയിൽ യുഗത്തിന് കാലം വളരെ കുറച്ചാ ദൈർഘ്യം. പല പേരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു 50 വയസ്സും അതിനു മുകളിലുള്ള ആൾക്കാരുടെ കാലഘട്ടത്തിൽ തന്നെ എത്ര യുഗങ്ങൾ കടന്നുപോയി എന്നാ അപ്പോൾ ചിന്തിക്കുന്നത്. അവരുടെ ചെറുപ്പത്തിലൊക്കെ പ്ലാസ്റ്റിക് യുഗം എന്നൊക്കെ കേട്ടിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് യുഗം എന്നൊക്കെ കേട്ടു, പിന്നെ കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ കേട്ടു, പിന്നെ ഇൻ്റർനെറ്റ് യുഗം എന്നൊക്കെ കേട്ടു. ഇതൊക്കെ യുഗങ്ങളാണ്. ചെറിയൊരു മഴ പെയ്ത് വെള്ളം പൊന്തിയാൽ ഇന്ന് പത്രക്കാർക്ക് പ്രളയമാണ്. അതുപോലെ അതെ, കോഴിക്കോട്ട് പ്രളയം. നമ്മൾ പ്രളയമോ ഭഗവാനെ, പ്രളയമൊക്കെ വരാൻ ഇനി എത്ര ലക്ഷം കൊല്ലം ബാക്കിയുണ്ട്. എന്നാലും അങ്ങനെയാ ഭാഷയെ വികലമാക്കുക അത്. അപ്പം യുഗത്തിനൊക്കെ കാലം കുറഞ്ഞതാ. അപ്പം ഇന്നിപ്പോൾ എന്ത് യുഗമെന്നറിയില്ല. കാരണം നമ്മളിവിടെ ഇൻ്റർനെറ്റ് യുഗം എന്നൊക്കെ അങ്ങ് പറയുമ്പോഴത്തേക്ക് യുഗം മാറിപ്പോയിട്ടുണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ 51.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഉപദേശം ഇന്ന് ഇവിടെ ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ സമൂഹജീവിയായി ശേഷിക്കുന്ന കാലത്തോളം പോരാ. മനുഷ്യ ജീവിതത്തിന് അനേക മഹിമകളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹിമ തൻ്റെ ഭാവി ജീവിതത്തെ തെരഞ്ഞെടുക്കാനുള്ള, നിർണയിക്കാനുള്ള അധികാരമാണ്. ഈ അധികാരമുള്ള കാലത്തോളം ഇതൊന്ന് സ്പഷ്ടമാക്കണമെന്ന് തോന്നുന്നു. മനുഷ്യൻ അനേകം സവിശേഷതകളുണ്ട്. വിശേഷ ബുദ്ധിയാണ് അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കാര്യത്തിലൂടെ കാരണത്തെ കണ്ടെത്താനുള്ള കഴിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒക്കെ ശരിയാ. വേറെയും ഒട്ടനവധി സവിശേഷതകളുണ്ട്. ഒട്ടനവധി സവിശേഷതകൾ മനുഷ്യജന്മത്തിനുണ്ട്. എങ്കിൽ തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത നാം കാണുന്നു. അവൻ്റെ മുമ്പിൽ വരുന്ന സാധ്യതകളെ, ഒന്നുകൂടി പറയാം, മനുഷ്യൻ്റെ മുമ്പിൽ വരുന്ന സാധ്യതകളെ വിലയിരുത്താനും
എന്താണ് ഗ്രഹിക്കേണ്ടത്, എന്താണ് ത്യജിക്കേണ്ടത് എന്ന് നിശ്ചയിക്കാനും കഴിയുന്നത് മനുഷ്യനാണ്. എന്തിനെയാണോ ഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഭാവി ജീവിതം അഥവാ അയാളുടെ ജീവിതാനുഭവം. നമ്മുടെ മുമ്പിൽ പല സാധ്യതകൾ വന്നു ചേരുന്നു. ഈ സാധ്യതകളെ യഥാവത് വിലയിരുത്താൻ ഇന്നത് സ്വീകരിക്കണം, ഇന്നത് തള്ളണം, ഈ ഒരു തിരിച്ചറിവ് നേടാൻ മനുഷ്യനെ സാധിക്കൂ. എന്തിനെയാണോ നാം തെരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതാനുഭവം. ഇതാണ് മനുഷ്യന്റെ സവിശേഷത. ശ്രദ്ധിക്കുക. എന്തിനേയും തിരഞ്ഞെടുക്കാം, എന്തിനേയും തിരഞ്ഞെടുക്കാം. ഒരാൾ ഒരിക്കൽ വന്ന് ചോദിച്ചു, സ്വാമി മദ്യം കുടിക്കാൻ പറ്റുമോ? പിന്നെ മദ്യം കുടിക്കാനല്ലാണ്ട് എന്തിനുള്ളതാ? മദ്യം കുടിക്കാലോ, തീർച്ചയായിട്ടും കുടിക്കാം. മദ്യം കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുമോ? കുടിക്കാനേ പറ്റൂ, കുടിക്കാം. എന്നാൽ കുടിച്ചാൽ നേരിട്ടത് മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കും, നാഡീവ്യവസ്ഥയെ തകർക്കും, ബുദ്ധിയെ കെടുത്തും, നിനക്ക് അനേകവിധ രോഗങ്ങൾ വന്നു ചേരും. ബുദ്ധി നശിച്ചാൽ സർവം നശിക്കും, കുടുംബം നശിക്കും, നിന്റെ സമൂഹത്തിൽ എന്തെല്ലാം നീ സമ്പത്ത് ആർജിച്ചിട്ടുണ്ട് അതൊക്കെ നഷ്ടപ്പെടും. ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കുടിച്ചോ. ഇല്ലേ, കുടിക്കണ്ട, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവനോട് കുടിക്കരുതെന്ന് പറയാം ഞാനാരാ? ഈ മദ്യം കുടിക്കരുത് അവനോട് പറയാം എനിക്ക് എന്തധികാരം? ഒരധികാരവും ഇല്ല. എന്നാൽ എനിക്ക് അവൻ്റെ മുമ്പിൽ രണ്ട് സാധ്യതകളെ വെച്ചു കൊടുക്കാം. ഒന്നുകിൽ കുടിക്കുക, അല്ലെങ്കിൽ കുടിക്കാതിരിക്കുക. കുടിച്ചാൽ ഇന്ന ഫലം, കുടിക്കാതിരുന്നാൽ ഇന്ന ഫലം. തെരഞ്ഞെടുക്കേണ്ടത് അവനാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിത്യം നിരന്തരം വിവിധ സാധ്യതകൾ വന്നു ചേരുന്നു. അവയെ ശരിയായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തിരിച്ചറിയാൻ, അങ്ങനെ തിരിച്ചറിഞ്ഞ് ഏതിനെ നാം സ്വീകരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി ജീവിതം. അല്ലാതെ വേറൊരു ദൈവമല്ല നമ്മുടെ ഭാവി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. ദൈവം എന്താ നിശ്ചയിച്ചാൽ അതേ വരൂ. അല്ലെങ്കിൽ പല ദുരവസ്ഥകളെയും അനുഭവിക്കുന്ന സമയത്ത് പറയാറുണ്ട്, കണ്ടോ ഭഗവാൻ എന്തൊക്കെയാ അപ്പം എനിക്ക് തന്നത്. എന്നാൽ നല്ല സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഏറെ പേരൊന്നും അങ്ങനെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കേട്ടിട്ടില്ല. അതെ, ഭഗവാനാ നമുക്ക് ഗുണവും ദോഷവും തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല. കാരണം ചിലരെ വളരെ കഷ്ടപ്പെടുത്തുക, ചിലരെ വളരെ സുഖമായ സാഹചര്യത്തിൽ ജീവിപ്പിക്കുക, ചിലർ ജന്മനാ സകലാംഗര്, ചിലർ ജന്മനാ വികലാംഗര്, ചിലർ നിത്യ രോഗാദി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ചിലർ സദാ സുഖികൾ. ഇതിനൊക്കെ കാരണക്കാരൻ ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ വിശ്വസിക്കാൻ കൊള്ളുമോ? അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ വേറെ ഉണ്ടോ? ചിന്തിക്കുക. അതുകൊണ്ട് ഇത് സ്വീകാര്യമല്ല, സ്വീകാര്യമല്ലെന്നറിയുക. യുക്തിക്ക് നിരക്കാത്തത് ആര് തന്നെ പറഞ്ഞാലും സ്വീകരിക്കാൻ ഒക്കില്ല. ഇവിടെ നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനമാണ്. വളരെ ബുദ്ധിപൂർവം വിചാരം ചെയ്ത് ഗ്രാഹ്യത്യാജ്യ വിവേകം ചെയ്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇങ്ങനെ സ്വയം തിരഞ്ഞെടുക്കുന്നതിനെ അനുഭവിക്കുന്നു എന്നുള്ള കാലത്തോളം പ്രസക്തമാണ് ഗീതോപദേശം. കാരണം തിരഞ്ഞെടുക്കാൻ കഴിയാതെ ഉഴറുന്ന, എന്തു സ്വീകരിക്കണം എന്ത് തള്ളണം എന്ന് നിശ്ചയിക്കാൻ കഴിയാതെ ഉഴറുന്ന മനുഷ്യൻ്റെ പരിസ്ഥിതി
അവിടെയാണ് ഗീത ഉപദേശിക്കപ്പെടുന്നത്. ധാർത്തരാഷ്ട്ര പക്ഷത്ത് അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും എല്ലാം തണലുള്ള ധാർത്തരാഷ്ട്ര പക്ഷത്ത് 11 അക്ഷൗഹിണി സൈന്യവും, അധികാരമോ ധനമോ ഇല്ലാത്ത പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണി സൈന്യവും. അങ്ങനെ 11ഉം 7ഉം 18 അക്ഷൗഹിണി സൈന്യം നിരന്നു. യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു, വ്യൂഹങ്ങൾ നിശ്ചയിച്ചു. അങ്ങനെ വ്യൂഹത്തിൽ അണിനിരന്നു. പാണ്ഡവ പക്ഷത്ത് നിന്ന് താൻ യുദ്ധസന്നദ്ധനായിരിക്കുന്നെന്ന് ആദ്യമായി സമൂഹത്തെ അറിയിച്ചത് ശ്രീകൃഷ്ണനാണ്. എന്നാൽ പാണ്ഡവരിൽ നിന്ന് ആദ്യമായി അറിയിച്ചത് അർജുനനാണ്. അതിനുശേഷമാണ് വാസ്തവത്തിൽ സേനാനായകൻ ഭീമൻ പോലും അറിയിച്ചത്. അതിനുശേഷമാണ് സൈന്യാധിപനായ സർവസൈന്യാധിപനായ ദൃഷ്ടദ്യുമ്നൻ പോലും അറിയിച്ചത്. അപ്പോൾ സർവഥാ താൻ യുദ്ധസന്നദ്ധനായി കഴിഞ്ഞു, തൻ്റെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന കർത്തവ്യത്തെ ആചരിക്കാൻ സജ്ജനായി കഴിഞ്ഞു എന്ന് അർജുനൻ ശംഖനാദം മുഴക്കി അറിയിച്ചു. യുദ്ധം, അപ്പോൾ പ്രാപ്തമായ യുദ്ധം സമുദ്യമമാണെന്ന കാഴ്ചപ്പാടിൽ അർജുനൻ ഉറച്ചിരുന്നു. സമുദ്യമമാണ്, യുദ്ധസമുദ്യമം. ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രന്മാരോടാണ് തനിക്ക് യുദ്ധം ചെയ്യാനുള്ളതെന്നും അർജുനൻ അറിയാം. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹ. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും യുദ്ധസന്നദ്ധനായ, അതായത് സ്വകർത്തവ്യത്തിന് തയ്യാറായ അർജുനൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്, ഹേ കൃഷ്ണ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ. എന്തിനാ? അതും പറഞ്ഞു, ആരോടൊക്കെ കൂടെ യുദ്ധം ചെയ്യണമോ അവരെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. എത്ര നേരം നിർത്തണം ഹേ അർജുന എന്ന് സംശയിക്കുകയാണെങ്കിൽ അതിനും മറുപടി പറഞ്ഞു, ഞാൻ ഇവരെയൊക്കെ പൂർണ്ണമായി കാണുന്നത് വരെ ഒന്ന് കൊണ്ടുപോയി നിർത്തൂ. ആരുടെ മുമ്പിലാണ് നിർത്തേണ്ടത് അതും പറഞ്ഞു കൊടുത്തു. ഈ യുദ്ധത്തിൽ ദുർബുദ്ധിയായ ദുര്യോധനന്റെ പ്രിയത്തെ ഇച്ഛിച്ച് വന്നവരെയൊക്കെ ഞാനൊന്ന് കാണട്ടെ. എല്ലാവരെയും ആരോടൊക്കെ കൂടെ പൊരുതണമോ, അല്ലാതെ ആരെയൊക്കെ കണ്ട് പിന്മാറണമെന്നല്ല, ആരോടൊക്കെ കൂടെ പൊരുതണമോ അവരെയൊക്കെ ഞാനൊന്ന് നേർക്ക് നേർ കാണട്ടെ. കുരുക്ഷേത്ര യുദ്ധഭൂമി 5 യോജന നീളവും 5 യോജന വീതിയുമുള്ളതാണ്. ഏകദേശം 64 കിലോമീറ്റർ നീളം, 64 കിലോമീറ്റർ വീതി. ഇത്രയും വലിയ നിരന്ന പ്രദേശമാണ്. അത് തിരഞ്ഞെടുത്തതൊക്കെ മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഒട്ടും കുന്നുകളില്ലാത്ത, മലകളില്ലാത്ത നിരന്ന പ്രദേശം. ഇത്രയും വലിയ സൈന്യത്തിനും കുതിരകൾക്കും ആനകൾക്കും ഒക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന പ്രദേശം, വലിയ വലിയ ജലാശയങ്ങളുള്ള പ്രദേശം ഒക്കെ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോഴും കുരുക്ഷേത്രം അങ്ങനെ തന്നെയാണ്. എത്ര ജലാശയങ്ങളാണ്! ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ബ്രഹ്മസരോവരം. എത്ര നീണ്ടത്! കിലോമീറ്റർ കണക്കിന് നീളമുള്ള ബ്രഹ്മസരോവരം ഇന്നും സ്വച്ഛമായ ജലരാശി നിറഞ്ഞു നിൽക്കുന്നത്. അതിനോട് ചേർന്ന് സന്നിഹിത തീർത്ഥം. എത്രയെത്ര തീർത്ഥങ്ങളാ കുരുക്ഷേത്രത്തിൽ. ആ കുരുക്ഷേത്രം, അവിടെ എവിടെ വേണമെങ്കിൽ ഭഗവാന് കൊണ്ടുപോയി നിർത്താമായിരുന്നു രഥത്തെ. നടുക്ക് നിർത്താനേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആരെയൊക്കെ കണ്ടാൽ അർജുനനുള്ളിൽ വികാര വൈവശ്യമുണ്ടാകുമോ, ആരെയൊക്കെ കണ്ടാൽ ശോകമോഹ സന്തപ്തനാകുമോ അർജുനൻ,
വികാരവിവശനാകുമോ? ധർമ്മസമ്മൂഢനാകുമോ? അവരുടെ മുമ്പിൽ അവിടെ കൊണ്ടുപോയി നിർത്തി ഭഗവാൻ. ഭീഷ്മര്, ദ്രോണര്, ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഹേ അർജുന, നിന്റെ ബന്ധുക്കളെ കണ്ടോളൂ. അർജുനൻ ആവശ്യപ്പെട്ടത് ബന്ധുക്കളെ കാണട്ടെ എന്നായിരുന്നില്ല, എൻ്റെ കുരുവംശജരെ കാണട്ടെ എന്നായിരുന്നില്ല, ആരോടൊക്കെ കൂടെ പൊരുതേണ്ടതുണ്ടോ അവരെ കാണട്ടെ എന്നായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ പശ്യ ഏതാൻ സമവേതാൻ കുരുൻ, ഈ ഒത്തുചേർന്ന കുരുവംശജരെ കണ്ടുകൊള്ളൂ, ഈ ഒത്തുചേർന്ന കുരുവംശജരെ കണ്ടുകൊള്ളൂ. ഭഗവാന്റെ വാക്യം ഫലിച്ചു, ഭഗവാന്റെ ഉദ്ദേശം ഫലിച്ചു. അർജുനൻ വിവശനായി. ഇവരെല്ലാം എൻ്റെതാണല്ലോ, ഞാൻ ഇവരുടേതാണല്ലോ. അഹം ഏതേഷാം ഏതേ മമ, ഞാൻ ഇവരുടേതാണ്, ഇവരെൻ്റെതാണ്. ഈ മമത്വബുദ്ധി അർജുനനിലേക്ക് ആവേശിച്ചു. എൻ്റെ എന്നുള്ള മമത്വബുദ്ധി വന്നു കഴിഞ്ഞാൽ നിഷ്പക്ഷമായി വ്യക്തിബാഹ്യമായി ധർമ്മനിരൂപണം സാധിക്കില്ല. കർത്തവ്യാകർത്തവ്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കില്ല മമത്വബുദ്ധിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ. ഇതാണ് സംഭവിച്ചത്. അർജുനൻ വിവശനായി. സർവത്ര സ്വജനങ്ങളെ കണ്ട് തളർന്നു അർജുനൻ. കൈകാൽ വിറച്ചു, വായവറ്റി വരണ്ടു. അതല്ല, അതിനേക്കാളൊക്കെ ഭീഷണമായത് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വിറച്ചു. അല്ലാതെ ദേഹം വിറച്ചാലും വായവറ്റി വരണ്ടാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗാണ്ഡീവം വിറച്ചെന്നുള്ളത് വളരെ ആലങ്കാരികമായൊരു പ്രയോഗമാണ്. മഹാഭാരതത്തിൽ എത്രയോ വർണ്ണന പറയപ്പെട്ടിട്ടുണ്ട്. തലയറ്റ് വീണ് കിടക്കുന്ന ജഡങ്ങൾ, തലയില്ല, പക്ഷേ മുറുകെ പിടിച്ച വാളുണ്ട് കയ്യിൽ, മുറുകെ പിടിച്ച വില്ലുണ്ട് കയ്യിൽ. അതാണ് ക്ഷാത്രവീര്യം. തല പോയിട്ടുണ്ട്, പക്ഷെ വാളിൻ്റെ പിടി വിട്ടിട്ടില്ല. തല പോയിട്ടുണ്ട്, പക്ഷേ വില്ലിൻ്റെ പിടി വിട്ടിട്ടില്ല. അതാ ക്ഷാത്രവീര്യം. എന്നാൽ അർജുനനിതാ ഗാണ്ഡീവം സ്രംസതേ ഹസ്താത്, കയ്യിൽ നിന്നിതാ ഗാണ്ഡീവം വിറയ്ക്കുന്നു. വികലമായ ചിന്തയോടുകൂടി, മമത്വഭ്രമത്തോടുകൂടി അർജുനൻ ധർമ്മസമ്മൂഢനായി. ഏതൊരു കർത്തവ്യം ചെയ്യുന്നതിന് നിശ്ചയിച്ചുറപ്പിച്ചു വന്നുവോ അതിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല, അപ്പോഴും അർജുനൻ ക്ഷത്രിയനാണ്. അപ്പോഴും രജോഗുണ പ്രധാനിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിന്മാറലിന് വലിയ ഉദാത്തമായ ഒരു മുഖപടമണിയിക്കാൻ അർജുനൻ പരിശ്രമിച്ചു. ഈ രജോഗുണ പ്രധാനികൾക്ക് ഒരിക്കലും പരാജയം സമ്മതിക്കാൻ കഴിയില്ല. തൻ്റെ പിന്മാറലിന് ഉദാത്തമായ ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അഹിംസയുടെ ഒക്കെ മുഖം മൂടി അണിയിച്ചു അർജുനൻ. അതാ ഏറെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മഹാപാപം ചെയ്യാനാണല്ലോ ഒരുങ്ങിയത് ഭഗവാനെ. കാരണം ദുര്യോധനൻ തുടങ്ങിയവർ വിവരമില്ലാത്തവരാണ്. അവർ വിവരമില്ലാത്തത് കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നു. നമ്മൾ വിവരമുള്ളവരല്ലേ? വിവരമുള്ളവരാവുമ്പോൾ എല്ലാം സഹിക്കുകയല്ലേ വേണ്ടത്?
അതെ, ഇതാ അർജുനൻ ചോദിക്കുന്നത്. വിവരമില്ലാത്തവരെ നമ്മളെ ആക്രമിക്കും. പക്ഷെ വിവരമുള്ള നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. എല്ലാം വലത്തെ കരണത്തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്തും കിട്ടിയാൽ വലം കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വിവരമുള്ളവൻ ഇടവും വലവും കാണിച്ച് കണ്ടോനോട് തല്ലുകൊള്ളണം. അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ, അവർ വിവരമില്ലാത്തോണ്ട് സ്വജനങ്ങളെ നശിപ്പിക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കുന്നില്ല. മിത്രദ്രോഹം പാതകമാണെന്ന് അവർ ഓർമ്മിക്കുന്നില്ല. പക്ഷെ നമ്മൾ വലിയ വിവരമുള്ളവരല്ലേ, നമ്മൾ എങ്ങനെ പ്രതിയുദ്ധം ചെയ്യും? പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഇനി യുദ്ധം ചെയ്തപ്പോൾ എന്താ കിട്ടാൻ പോണത്? രാജ്യം, വിജയം. ഇതുകൊണ്ട് എന്ത് കാര്യം? യേഷാമർത്ഥേ കാക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനീച്ച തഇമേ വസ്തിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനീച്ച. ആർക്ക് വേണ്ടിയാണോ രാജ്യവും ധനവും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്, അവരാണിവിടെ എതിരിടാൻ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് യുദ്ധം കർത്തവ്യമല്ല. സർവജ്ഞനായ ഭഗവാനോട് അർജുനൻ അങ്ങോട്ട് പറഞ്ഞു, അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം. ഞങ്ങളല്ല, നീ അടക്കമുള്ള നമ്മൾ മഹാപാപം ചെയ്യാൻ ഒരുങ്ങിയല്ലോ. അവിടെ അർജുനൻ ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, അഹിംസയുടെ മുഖം മൂടി അണിഞ്ഞു. എന്നിട്ടൊരു പ്രതിജ്ഞയും. എന്താ പ്രതിജ്ഞ? ഞാൻ ആയുധമെടുക്കില്ല, എനിക്ക് പ്രതികാര ബുദ്ധിയില്ല. ആയുധമെടുക്കില്ല, പ്രതികാര ബുദ്ധിയുമില്ല. അങ്ങനെയുള്ള എന്നെ ധാർത്തരാഷ്ട്രന്മാർ യുദ്ധത്തിൽ കൊന്നുകൊള്ളട്ടെ, എനിക്കത് ക്ഷേമകരമായിരിക്കുമെന്നും പറഞ്ഞ് ആയുധങ്ങളെ ഉപേക്ഷിച്ചിരിപ്പായി രഥത്തട്ടിൽ. സ്വതവേ ക്ഷാത്രധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവന് പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങൾ ഉദിക്കാം. ആ വിവേക വൈരാഗ്യങ്ങളുടെ പൂർണ്ണതയിൽ അവൻ ആയുധത്തെ ഉപേക്ഷിച്ച് സന്യസിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. എന്നാൽ അവൻ്റെ ആ ആയുധങ്ങളുടെ സന്യാസം ആനന്ദപൂർണമായിരിക്കും. കാരണം അത് വിവേകജനിതമാണ്. എന്നാൽ ഇവിടെ അർജുനൻ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയ ആയുധം താഴെ വെച്ചിരിക്കുന്നത്. അശ്രുപൂർണാകുലേക്ഷണം. നിറഞ്ഞ് പൂർണ്ണമായ കണ്ണുകൾ. ധാരധാരയായി ഒഴുകിയിട്ടില്ല, ഒഴുകിയ ഒരു സമാധാന അതില്ല. നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ, ചുമന്നിരിക്കുന്ന കണ്ണുകൾ. കൃപയാൽ ആവേശിക്കപ്പെട്ടവൻ, വിഷാദഗ്രസ്തൻ. അങ്ങനെയുള്ളവൻ്റെ പ്രതിജ്ഞ അത് പ്രതിജ്ഞയല്ല. വൈകാരികമായ ഭാവത്തോടുകൂടി ആരെന്ത് പ്രതിജ്ഞ പറഞ്ഞാലും അത് പ്രതിജ്ഞയല്ല. വൈകാരികമായ ഭാവത്തോടു കൂടിയുള്ള സന്യാസമല്ല, വിവേകജനിതമായിരിക്കണം അത്. ഏതായാലും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അർജുനൻ, ആ പിന്തിരിയലിന് ഉദാത്തമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റും മുഖംമൂടി അണിയിച്ച അർജുനൻ അനേക സ്മൃതി തത്വങ്ങളെ സമുദ്ധരിച്ചുകൊണ്ട് ഭഗവാനോട് അങ്ങോട്ട് ഉപദേശം ചെയ്തു. അല്ലയോ ഭഗവാനെ, ഈ കുലം നശിപ്പിക്കപ്പെട്ടാൽ കുലധർമ്മങ്ങളൊക്കെ മുടിഞ്ഞു പോകും. ശാശ്വതങ്ങളായ ധർമ്മങ്ങളുടെ നാശത്തിൽ പിതൃക്കളെല്ലാം നിപതിച്ചു പോകും, ലുപ്തപിണ്ഡോദകക്രിയന്മാരായിട്ട്. അങ്ങനെ പിതൃക്കൾ പിതൃലോകങ്ങളിൽ നിന്ന് പതിച്ചു പോകുന്നതിനേക്കാൾ കഷ്ടം എന്തേ ഉള്ളൂ? വർണ്ണസങ്കരം വരും,
സ്ത്രീകൾ ദുഷിച്ചു പോകും, സർവത്ര അവ്യവസ്ഥ വരും. അതുകൊണ്ട് ഈ യുദ്ധം കർത്തവ്യമല്ല എന്ന് വിവേകപൂർവം പറയുകയായിരുന്നെങ്കിൽ ഭഗവാൻ അതിനെ അനുമോദിക്കുമായിരുന്നു, അഭിനന്ദിക്കുമായിരുന്നു. നീ പറഞ്ഞതൊക്കെയും ശരിയാണ് അർജുന, എല്ലാ യുദ്ധങ്ങളും നീ പറഞ്ഞതുപോലെ ദുഃഖപര്യവസായികൾ തന്നെയാണ്, കഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് പോവാൻ രണ്ടു പേർക്ക്, ഞാനും വരാം നിന്റെ കൂടെ. നമുക്ക് ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയി തപസ്സനുഷ്ഠിച്ചിരിക്കാം, വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ടൊരു കാഷായം തരപ്പെടുത്താം എന്ന് നിശ്ചയമായും ഭഗവാൻ അർജുനനോട് പറയുമായിരുന്നു. അർജുനൻ ഈ പ്രസംഗം വിവേകത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ. പക്ഷെ അർജുനൻ വികാരവിവശനായി സ്വന്തം പരാജയത്തെ, സ്വന്തം മമത്വഭ്രമത്തെ, ആ മമത്വഭ്രമത്താൽ എത്തിച്ചേർന്ന വൈകാരിക ഭാവത്തെ, തദ്വാര ഉണ്ടായ ഇതികർത്തവ്യത മൂഢതയെ മറച്ചു വയ്ക്കാൻ വേണ്ടി ചെയ്ത ഉദാരപ്രസംഗമാണ്. ശ്രദ്ധിക്കുക, മനുഷ്യന് വന്നു പോകുന്ന ഒരു ദോഷമാണിത്. നമുക്കൊക്കെയും വന്നു പോയേക്കാവുന്ന ദോഷമാണിത്. നമ്മുടെ പോരായ്മകളെ മറച്ചു വെച്ച് അതിനെ ഉദാരമായി അവതരിപ്പിക്കുക, കഴിവുകേടുകളെ അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും മുഖപടമണിയിച്ചുകൊണ്ട് അവതരിപ്പിക്കുക. നമുക്കും സംഭവിക്കാം. മാത്രമല്ല, ഇവിടെ അർജുനൻ ക്രമേണ തൻ്റെ മുമ്പിൽ വന്ന സാധ്യതകളിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്നറിയാതെ ഉഴറുന്നു. ഏതാ സന്ദർഭം? ഇപ്പം നമ്മളിവിടെ കണ്ടു അർജുനനെ, ഇതികർത്തവ്യത മൂഢനായ അർജുനൻ. അല്പം കൂടി നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അമ്പും വില്ലും താഴെ വെച്ച അർജുനന്റെ നേർക്ക് ഭഗവാൻ 2 അമ്പുകളെ തൊടുത്തു വിടുന്നു. 2 വാക്ശരങ്ങൾ. അതെ, ആയുധമെടുക്കില്ലെന്ന് പറഞ്ഞ ഭഗവാൻ 2 വാക്കുകളാകുന്ന ശരങ്ങളെ അർജുനന്റെ നേർക്ക് തൊടുത്തു വിടുകയാണ്. ഏതർജുനന്റെ നേർക്ക്? നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി വിഷാദഗ്രസ്തനായി രഥത്തട്ടിൽ യുദ്ധം ചെയ്യില്ലെന്നും പറഞ്ഞിരിക്കുന്ന അർജുനന്റെ നേർക്ക്. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. 2 വാക്ശരങ്ങളാ. ശരിക്കും അങ്ങോട്ട് ഏറ്റു ഈ 2 അമ്പുകളും അർജുനന്. എന്താ ഇതിനെ അമ്പുകളാന്ന് പറഞ്ഞത്? നോക്കൂ. കുതഹ ഇദം കശ്മലം വിഷമേ സമുപസ്ഥിതം ത്വാ ഇദം കശ്മലം കുതഹ. വിഷമേ സമുപസ്ഥിതം ത്വാം, വിഷമാവസ്ഥയിലിരിക്കുന്ന നിനക്ക് യുദ്ധമെന്നത് സുഷമാവസ്ഥയല്ല. ഓരോ കാൽവെപ്പും വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ടുന്ന വിഷമഘട്ടമാണ് യുദ്ധം. വളരെ കരുതലോടുകൂടി ഇരിക്കേണ്ടുന്ന, ഓരോ കാൽവെപ്പും ആലോചനാപൂർവം എടുത്ത് വെക്കേണ്ടുന്ന അത്യന്തം വിഷമഘട്ടമാണ് യുദ്ധം. ഈ വിഷമസ്ഥിതിയിലിരിക്കുന്ന നിനക്ക്, വിഷമേ സമുപസ്ഥിതം ത്വാം, നിനക്ക് ഇദം കശ്മലം കുതഹ, ഈ കശ്മലത എവിടുന്ന് വന്നു? ഈ ഒന്നിനും കൊള്ളായ്മ, ഈ ഹീനത, അങ്ങേറ്റം അഴുക്കായൊരവസ്ഥാവിശേഷം നിനക്ക് എവിടുന്ന് വന്നു? ഇത് നിന്റെ സ്വതവേയുള്ള ഭാവമല്ല, ഇത് നിന്റെ സ്വഭാവമല്ല. സാക്ഷാൽ പരമശിവനോട് പോലും എതിരിട്ടവൻ. ബാക്കി പറയണോ? എത്ര എത്ര രാക്ഷസീയ ശക്തികളെ എതിരിട്ടവൻ എന്നല്ല, സമ്പൂർണമായ കൗരവ സൈന്യത്തോടും അന്ന് അങ്ങനെ പറയാം
അവിടെ ധർത്തരാഷ്ട്ര ശബ്ദം പ്രയോഗിക്കണമെന്നില്ല. സമ്പൂർണമായ കൗരവ സൈന്യത്തോടും ഒറ്റയ്ക്കെതിരിട്ടവൻ. ഉത്തരനെ പിടിച്ച് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ കണ്ട് പേടിച്ചോടിയ ഉത്തരനെ പിടിച്ച് വെച്ച് നീ അവിടെ ഇരിക്കടാ, ഞാൻ ചെയ്തോളാം യുദ്ധം എന്നും പറഞ്ഞ് അവരോടൊക്കെ ഒറ്റയ്ക്കെതിരിട്ട അർജുനൻ. അതും ബൃഹന്തളയുടെ വേഷം പൂണ്ട അർജുനൻ. അതിനുമുപരി സാക്ഷാൽ പരമശിവനുമായി എതിരിട്ട അർജുനൻ. അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും നിന്റെ സ്വഭാവമല്ലിത്. നിനക്ക് എവിടുന്ന് വന്നു ഈ കശ്മലത? ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല അർജുന. അനാര്യജുഷ്ടം. ആര്യന്മാർക്ക് ചേർന്നതല്ലിത്. ആര്യന്മാര് ശ്രേഷ്ഠന്മാര്, അഭിഗമ്യന്മാര്, പ്രാപിക്കപ്പെടേണ്ടവർ. ശ്രദ്ധിക്കണമേ, നമുക്കിന്ന് ആര്യൻ എന്ന് പറഞ്ഞാൽ അതൊരു വൈദേശിക വംശമാണ്. മധ്യപൂർവേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയവർ, ഹിന്ദുക്കുഷ് വഴി പ്രവേശിച്ചവർ, ഇവിടുത്തെ തനത് വംശജരെ ആട്ടി ഓടിച്ചവർ, എന്നിട്ട് സ്വന്തം സാമ്രാജ്യം പടുത്തവർ. ആട്ടി ഓടിക്കുക മാത്രമല്ല, വേറൊന്നും കൂടി ചെയ്തു അവർ. ഈ ആട്ടി ഓടിക്കപ്പെട്ടവർക്ക് വാല് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാ വാൽമീകി രാമായണത്തിലൊക്കെ അവരെ വാനരരായിട്ട് അവതരിപ്പിച്ചത്. എന്തൊരു കഷ്ടം, കഷ്ടമേ കഷ്ടം. ആര്യൻ എന്നതിന് ശ്രേഷ്ഠനെന്നേ അർത്ഥമുള്ളൂ. അതിന് വംശീയമായ അർത്ഥമില്ല. ശ്രേഷ്ഠൻ. അനാര്യജുഷ്ടം ജുഷ് ഗതൗ ജുഷ് പ്രീതി സേവനയോഹോ എന്നിങ്ങനെ ജുഷ് ധാതു പാണിനി പഠിക്കുന്നുണ്ട്. പ്രീതി, സേവനം, ഗതി, ഇങ്ങനെ മൂന്നർത്ഥങ്ങളാണ് ജുഷ് ധാതുവിനുള്ളത്. അപ്പം ആര്യന്മാരാൽ പ്രാപിക്കപ്പെടുന്നത്, ആര്യന്മാർ ഗമിക്കുന്നത്, ആര്യന്മാർ സന്തോഷപൂർവ്വം കാണുന്നത് എന്തോ അത് ആര്യജുഷ്ടം. അങ്ങനെ അല്ലാത്തത് അനാര്യജുഷ്ടം. ശ്രേഷ്ഠന്മാർക്ക് യോജിക്കാത്തത്, ശ്രേഷ്ഠന്മാർക്ക് ഗമിക്കാൻ വയ്യാത്തത്. അതാണ് അർജുന നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അനാര്യജുഷ്ടം. ആര്യന്മാര് വിചാരം ചെയ്ത് നിശ്ചയിച്ച് ഒരു കർമ്മത്തിന് ഇറങ്ങുന്നവരാണ്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്തിരിയുകയില്ല. എന്തെങ്കിലും ദൗർബല്യങ്ങൾ സ്വധർമാചരണത്തിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയില്ല. അതാണ് ആര്യലക്ഷണം. നിന്റെ ഇന്നത്തെ അവസ്ഥ അനാര്യജുഷ്ടമാണ്, അസ്വർഗ്യമാണ്. ഇത് സ്വർഗഹേതുവല്ല, സ്വധർമാചരണമാണ് സ്വർഗ്യം. സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്നത് സ്വർഗ്യമല്ല. ശ്രദ്ധിക്കുക. പോരെങ്കിൽ അകീർത്തികരം അർജുന. അങ്ങേയറ്റം അകീർത്തികരമാണ് ഹേ അർജുന. ക്ലൈബ്യമസ്മഗമ പാർത്ഥ. ഹേ പാർത്ഥ. അവിടെ അർജുന എന്നല്ല വിളിച്ചത്, അവിടെ പാണ്ഡവ എന്നല്ല വിളിച്ചത്, അവിടെ വിളിച്ചത് പാർത്ഥ എന്നാണ്. അല്ലയോ പൃഥയുടെ മകനെ, നമ്മളെയൊക്കെ അമ്മയുടെ പേര് കൂട്ടി വിളിച്ചാലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുമെന്നാ ഭഗവാൻ വിചാരിക്കുന്നേ. ഹേ പാർത്ഥ. അല്ല, എന്നിട്ടും ശ്രദ്ധിക്കില്ല എന്നുള്ള കൂട്ടര് അവരോട് എന്തു പറയാനാ? ശ്രദ്ധിക്കൂ. അമ്മയുടെ പേര് കൂട്ടി വിളിച്ചിട്ട് നമുക്കൊന്നും ഉണർച്ച കിട്ടണില്ല അച്ഛാ, പിന്നെ നമ്മൾ ഉണരാൻ പോകുന്നില്ല. അതുകൊണ്ട് പറയണേ, ഹേ പാർത്ഥ ക്ലൈബ്യമസ്മഗമ. നപുംസകത്വത്തെ പ്രാപിക്കല്ലേ, ആണും പെണ്ണും കെട്ട അവസ്ഥയെ പ്രാപിക്കല്ലേ. ഏതൊരു കർത്തവ്യാചരണത്തിന് വേണ്ടി നിശ്ചിത പ്രതിപത്തിയോടുകൂടി വന്നുവോ അതിനെ നീ ആചരിക്കൂ. നിന്റെ മുമ്പിൽ വന്നു ചേരുന്ന സാധ്യതകളിൽ ഏതാണ് കർത്തവ്യമെന്ന് നിശ്ചയിക്കൂ, അതിനെ അനുഷ്ഠിക്കൂ. സമ്മൂഢനായിരിക്കരുത്. കർത്തവ്യം ആചരിക്കൂ. കർത്തവ്യം ആചരിക്കാതെ ഉഴറുന്നത്, എന്നിട്ട് അതിന് വലിയ വ്യാഖ്യാനങ്ങളെ ചമയ്ക്കുന്നത്, അത് ക്ലൈബ്യമാണ്, നപുംസകത്വമാണ്.
അതിനെ നീ പ്രാപിക്കല്ലേ. ആണും പെണ്ണും കെട്ട അവസ്ഥ നിനക്ക് മുമ്പുണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. നയതത്വയ്യുപപദ്യതേ, അത് നിനക്കൊട്ടും യോജിക്കില്ല ഹേ പാർത്ഥ. അവിടെ അമ്മയുടെ പേര് കൂട്ടി വിളിച്ചതിനെ ഒരു ഗൂഢാർത്ഥമുണ്ട്. ആ ഗൂഢാർത്ഥം എന്തെന്നറിയാൻ മഹാഭാരതം ശ്രദ്ധിക്കണം. ഒന്ന് ഓർമ്മിക്കാം. ശ്രീകൃഷ്ണൻ ദൗത്യവുമായി പോയി ദുര്യോധനനരികിലേക്ക്, ധൃതരാഷ്ട്രനരികിലേക്ക്, ധാർത്തരാഷ്ട്ര സഭയിലേക്ക് വളരെ സ്തുത്യർഹമായ രൂപത്തിൽ ഇത്ര നല്ലൊരു നയതന്ത്ര പ്രസംഗം ലോകത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ ഏറ്റവും നല്ല നയതന്ത്ര പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ് പലതും ഈ കാലത്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര നല്ലൊരു നയതന്ത്രജ്ഞൻ്റെ പ്രസംഗം നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അതുപോലത്തെ പ്രസംഗമാണ് സഭയിൽ ചെയ്യുന്നത്, യുദ്ധം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അതേസമയത്ത് ഒരല്പവും കരുത്തിൻ്റെ സന്ദേശത്തെ കുറയ്ക്കാതെ കണ്ട്. പക്ഷെ അതൊന്നും ചെവിയിൽ പോയില്ല. പല രീതിയിൽ പറഞ്ഞു കൊടുത്തു, അതൊന്നും വില പോയില്ല. ഏതായാലും ശരി, ആ ഒരു ദൗത്യത്തിന് ശ്രീകൃഷ്ണൻ പോയ സന്ദർഭത്തിൽ കുന്തിമാതാവിൻ്റെ ഭവനത്തിൽ പോയി. ഉപചാരങ്ങളൊക്കെയായി. അവസാനം പിരിയാൻ നേരത്ത് ഭഗവാൻ കുന്തിയോട് ചോദിച്ചോ, അല്ലയോ മക്കൾക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? മക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ സന്ദേശം? ഉണ്ട്. കരുത്തോടെ പറഞ്ഞു കുന്തി. അതെന്താ? കുന്തി പറഞ്ഞു, പണ്ടത്തെ ഒരു കഥയാ. സിന്ധു രാജ്യത്ത് സഞ്ജയൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്താണ്. സഞ്ജയൻ ഈ സഞ്ജയനൊന്നുമല്ല, ഇപ്പോഴുള്ള സഞ്ജയനല്ല. പണ്ടൊരു കാലത്ത് രാജാവ് സഞ്ജയൻ. ആ സഞ്ജയൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ശത്രുക്കൾ വന്ന് രാജ്യം ആക്രമിച്ചു, സിന്ധു രാജ്യം. അങ്ങനെ ശത്രുക്കൾക്കും സിന്ധുരാജ്യത്തെ ഭടന്മാർക്കും ഇടയ്ക്ക് ഘോരമായ യുദ്ധമുണ്ടായി. സഞ്ജയൻ മെല്ലെ യുദ്ധക്കളത്തിൽ നിന്ന് മെല്ലെ മാറി 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 കൊട്ടാരത്തിൽ വന്ന്, അന്തഃപുരത്തിൽ വന്ന് സ്വന്തം മുറിയിൽ കുമ്പിട്ടങ്ങ് കടന്നു. ഉഗ്രമായ യുദ്ധം രാജ്യത്തിന് വേണ്ടി നടക്കുകയാ ആ സമയത്ത്. ആ സഞ്ജയനെ അമ്മ വിദുല, അമ്മയുടെ പേര് ഓർമ്മിക്കണം, വിദുല. അബലയല്ല സ്ത്രീ, സുബലയാണ്. വിദുലമാരുണ്ടായ രാഷ്ട്രമാണിത്, മറക്കരുത്. വിദുല പറഞ്ഞു, എടാ എന്താ ഇത്? രാജ്യത്തിന് വേണ്ടി അവിടെ ഘോരമായ ജ്യുദ്ധം നടക്കുന്ന സമയത്ത് നീ ഇവിടെ കിടക്കാനോ? പോടാ എഴുന്നേറ്റിട്ട്. ഉമി പോലെ എരിഞ്ഞെരിഞ്ഞടങ്ങാതെ ആളി ജ്വലിച്ച് തീരട. ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിക്ക്, പോ, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ മകനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചു അമ്മ. ആ അമ്മ വിദുല പറഞ്ഞ സന്ദേശമാണ് എനിക്കും മക്കളോട് പറയാനുള്ളത്. ദുര്യോധനനോ മറ്റോ ഔദാര്യമായി രാജ്യം തന്നാൽ നിങ്ങൾ സ്വീകരിച്ചാലും രാജമാതാവ് സ്വീകരിക്കില്ല, പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ കുന്തിയുടെ മകനാണോടാ നീ? നൈതത്വയ്യുപപദ്യത്തെ, ഇത് നിന്നിൽ ചേരുന്നില്ല, ഇത് നിനക്ക് ചേരില്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. നമ്മളെല്ലാം നിത്യം ജപിക്കേണ്ടുന്നൊരു മന്ത്രമാണിത്. ദിവസവും ഈ മന്ത്രം ജപിക്കുക. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയ ദൗർബല്യം ക്ഷുദ്രമാണ്, നമ്മളെ ക്ഷയിപ്പിക്കുന്നതാണ്. ഹൃദയത്തിന് ദുർബലതയുണ്ടാവരുത്, കരുത്തുള്ളവരായിരിക്കണം നമ്മൾ. ഏത് പ്രതിസന്ധി വന്നാലും പകച്ചു പോകാത്തവരായിരിക്കണം.
ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തൻ്റെ ഇടത്തോടെ സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഏതെങ്കിലും പ്രതിസന്ധി കണ്ട് പകച്ചു പോകുന്ന ദുർബലന്മാരാകരുത് നമ്മൾ. ഓർമ്മിക്കുക, വേദാന്തത്തിൻ്റെ മൊത്തം സന്ദേശം കരുത്തിൻ്റെ സന്ദേശമാണ്. മറക്കരുത്. ദുർബലന്മാരാകുന്നുവോ നമ്മൾ? സാഹചര്യങ്ങളെ നേരിടാൻ അശക്തരാകുന്നുവോ നമ്മൾ? പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറിപ്പോകുന്നുവോ നമ്മൾ? നിരൂപണം ചെയ്യാം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയത്തിൻ്റെ ദുർബലത ക്ഷുദ്രമാണ്. അതിനെ ത്യക്ത്വാ, ഉപേക്ഷിച്ചിട്ട്, ഉത്തിഷ്ഠ ഹേ പരന്തപ, എഴുന്നേൽക്കൂ ഹേ പരന്തപ. അർജുന എന്നല്ല, പാർത്ഥ എന്നല്ല, പാണ്ഡവ എന്നല്ല, പരന്തപ. പരന്മാരെ, പരമായതിനെ തപ്പിപ്പിക്കാൻ ശക്തിയോടുകൂടിയവൻ. പരന്മാരെ, ശത്രുക്കളെ, പരമായതിനെ, അജ്ഞാനത്തെ തപിപ്പിക്കാൻ, നശിപ്പിക്കാൻ ശക്തിയോടൊത്തവൻ പരന്തപൻ. ഹേ പരന്തപ, ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. ഈ 2 ശ്ലോകങ്ങളിലടങ്ങുന്ന വാക്യങ്ങൾ ശരങ്ങളെപ്പോലെ അർജുനനെ ഏറ്റു. അതാ 2 വാക്ശരങ്ങളാന്ന് പറഞ്ഞത്. നേരത്തെ ദീർഘമായി അർജുനൻ മൂഢപ്രസംഗം ചെയ്തപ്പോഴും ഒരക്ഷരം മിണ്ടാതെ എതിർക്കാതെ കേട്ടവനാ ഭഗവാൻ. അവിടെ നമുക്ക് ഭഗവാനിലുള്ള അപാര മഹിമയോടുകൂടിയ ഗുരുനാഥനെ കാണാം. ശിഷ്യൻ്റെ വിഡ്ഢിത്തം മുഴുവൻ കേൾക്കുന്ന ഗുരുനാഥൻ. ഓരോ വാക്യത്തിനും പ്രത്യുപദേശമോ പ്രതിവാക്യമോ പറയാതെ മുഴുവൻ കേട്ട ശേഷം, എടേ നീ പറഞ്ഞതൊക്കെ അബദ്ധാട്ടുവോ, ഇനി ഇത് കേട്ടോളൂ. അതെ, ഇങ്ങനെ അർജുനന്റെ ധാരണകൾ മുഴുവൻ തന്നെ തെറ്റായിരുന്നെന്നും അവൻ എത്തിച്ചേർന്ന നിഗമനങ്ങൾ തെറ്റാണെന്നും അവൻ സമാശ്രയിച്ച ബുദ്ധി തെറ്റാണെന്നും ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈ സന്ദർഭത്തിലാണ് എന്താ ഇപ്പോൾ കർത്തവ്യം, എന്താ അകർത്തവ്യം? തൻ്റെ മുമ്പിൽ വന്ന 2 സാധ്യതകൾ. ഒന്ന് തൻ്റെ മനസ്സ് പറഞ്ഞു, 2 ഭഗവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞു. ബുദ്ധി, ജ്ഞാനം, ശാസ്ത്രം, ശാസ്ത്രസ്വരൂപന്റെ വാക്യം, വികാരവിവശമായ സ്വന്തം മനസ്സിൻ്റെ നിഗമനം. 2 സാധ്യതകൾ അർജുനന് മുമ്പിൽ വന്നു. ഒന്ന്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക, 2 യുദ്ധം ചെയ്യുക. ഈ 2 സാധ്യതകളിൽ ഏത് തിരഞ്ഞെടുക്കണം? അറിയാതുഴറിയ അർജുനൻ. നചൈതദ്വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ. ഇത് അർജുനന്റെ കഷ്ടം പിടിച്ച അവസ്ഥ. നചൈതദ്വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ. തുടർന്ന് പറഞ്ഞു, യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ഇതറിയില്ലല്ലോ. എന്നുവെച്ചാൽ ഏതദ് വിദ്മഃ, ഇത് നമുക്ക് അറിയുന്നില്ല, ഇത് നമ്മൾ അറിയുന്നില്ല. കതരത് നഹ ഗരീയഃ, ഏതാണ് നമുക്ക് ശ്രേഷ്ഠം എന്നറിയുന്നില്ല, ഏതാണ് സ്വീകാര്യം എന്നറിയുന്നില്ല. യദ്വാ ജയേമ, നമ്മൾ ജയിക്കുന്നതാണോ നമുക്ക് നല്ലത്? യദിവ, അതല്ല. നോ ജയേയുഹു, നമ്മൾ ജയിക്കപ്പെടുന്നതാണോ നമുക്ക് നല്ലത്? നമ്മൾ ജയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ ജയിക്കുക. അവർ ജയിക്കുന്നതാണോ നമുക്ക് നല്ലത്, അല്ല നമ്മൾ ജയിക്കുന്നതാണോ നമുക്ക് നല്ലത്? അറിയില്ല. എന്താ അർജുന കാരണം? യാനേവ ഹത്വാന ജുജീവിഷാമഹ, ആരെ കൊന്നിട്ട് ജീവിക്കുവാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലയോ? തേ അവസ്ഥിത പ്രമുഖേ, അവരാണ് മുമ്പിൽ നിൽക്കുന്നത്.
ധാർത്തരാഷ്ട്രാഹ, ധൃതരാഷ്ട്രപുത്രന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, അവരെ കൊന്നിട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരാണ് മുമ്പിൽ എതിരെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ മരിക്കുക, അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുക. ഇതിപ്പോൾ ഏതാ വേണ്ടു മനസ്സിലാവണില്ലല്ലോ. തൻ്റെ മുമ്പിൽ വന്ന സാധ്യതകളെ തെരഞ്ഞെടുക്കുന്നതിൽ അസമർത്ഥനായി തീരുന്നു അർജുനൻ. നമുക്കൊക്കെയും ഇത് സംഭവിക്കും, ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കും. മുഖ്യധർമ്മം, ഗൗണധർമ്മം, ഇവ വിരുദ്ധങ്ങളായി നമ്മുടെ ജീവിതത്തിലൊക്കെയും വന്നു ചേരും. അതെ, ഈ ഭാരതം നമ്മുടെ അമ്മയാണ്, രാഷ്ട്രം നമ്മുടെ മാതാവാണ്. ഇവിടുത്തെ ഓരോ സമ്പത്തും എൻ്റെ സമ്പത്താണ്. ഈ സമയത്താണ് എൻ്റെ പാർട്ടി ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ പൊതുമുതൽ എറിഞ്ഞ് നശിപ്പിക്കേണ്ടത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന റോഡുകളിൽ ടയറ് കൂട്ടിയിട്ട് കത്തിച്ച് റോഡ് നശിപ്പിക്കേണ്ടുന്നത്, പോലീസ് ജീപ്പിന് കല്ലെറിയേണ്ടത്, KSRTC ബസ്സിന് കല്ലെറിയേണ്ടത്. തൻ്റെ മുഖ്യധർമ്മം എന്ത്? ഈ രാഷ്ട്രം എൻ്റെ അമ്മയാണ്, ഞാൻ ഈ രാഷ്ട്രത്തിൻ്റെ പൗരനാണ്. ഈ ബോധമുള്ളവൻ പൊതുമുതൽ നശിപ്പിക്കില്ല, ഒരിക്കലും പൊതുമുതൽ നശിപ്പിക്കില്ല. ചിന്തിക്കുക. അപ്പോഴാ പറഞ്ഞ എൻ്റെ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടാ, എൻ്റെ പാർട്ടി അവിടെ വന്നു, എൻ്റെ രാഷ്ട്രം ഏതാ വലുത്? പ്രശ്നമാണ്. എൻ്റെ രാഷ്ട്രം എൻ്റെ അമ്മയാണ്. എൻ്റെ രാഷ്ട്രം എൻ്റെ അമ്മയാണെങ്കിൽ ലോകത്തിൽ ആര് തന്നെ പറഞ്ഞാലും രാഷ്ട്രത്തിൻ്റെ പൊതുമുതൽ ഞാൻ നശിപ്പിക്കില്ല. അപ്പോഴേ ഞാൻ പൗരനാവൂ, അല്ലെങ്കിൽ ഞാൻ പൗരനാവില്ല. ചിന്തിക്കുക. നിരവധി നിരവധി ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും, നിരവധി ഘട്ടങ്ങൾ. എൻ്റെ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് എനിക്കറിയാം, എന്നാലും മോളുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ മോൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ തൽക്കാലം കുടുംബത്തിൻ്റെ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ലേ, തെറ്റെന്നറിയാം. എന്നാലും അനേകം എന്നാലുംകൾ വരും, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും. ഇങ്ങനെ മുഖ്യ ഗൗണധർമ്മങ്ങൾ വിരുദ്ധങ്ങളായി വരുമ്പോൾ, കർത്തവ്യ അകർത്തവ്യങ്ങൾ വേർതിരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, നമ്മുടെ മുമ്പിൽ വരുന്ന സാധ്യതകൾ രണ്ടിനെ അഥവാ രണ്ടിലധികത്തിനെ, ഒന്നേ ഉള്ളൂ ഒരു പ്രശ്നമില്ല, അതിനെ അങ്ങ് സ്വീകരിച്ചോളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന സാധ്യതകൾ രണ്ടിനെ അഥവാ രണ്ടിലധികത്തിനെ നിരൂപണം ചെയ്ത് ഏതാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ ഉഴറുമ്പോൾ, ഇത് സ്വീകരിക്കൂ എന്ന് നമ്മളോട് പറയുന്നൊരു ഗുരുനാഥൻ നമുക്ക് വേണം, നിശ്ചയമായും. എങ്കിൽ പറയട്ടെ, ആ ഒരു ഗുരുവാണ് ഗീതാശാസ്ത്രം. മനുഷ്യ സമൂഹത്തിന്, ഈ തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കേണ്ടുന്ന മനുഷ്യ സമൂഹത്തിന് മുമ്പിലുള്ള വഴികാട്ടിയാണ് ഗീതാശാസ്ത്രം. സംശയിക്കേണ്ട. അതിലേക്കുള്ള ചെറിയൊരു പ്രവേശം, ചെറിയൊരു എത്തിനോട്ടം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ക്രമമായി നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിന് ഒത്തുചേർന്ന് ചെയ്യാം. ഇന്ന് സംശയ നിവാരണത്തിന് കുറച്ച് സമയം കുറഞ്ഞു പോയിട്ടുണ്ട്, സാരമില്ല. നമുക്ക് നാളെ മുതൽ ഒരു 80 മിനിറ്റ് പ്രഭാഷണത്തിനും 40 മിനിറ്റ് സംശയ നിവാരണത്തിനും വയ്ക്കാം. ശരി, നമ്മൾ പ്രഭാഷണത്തെക്കാൾ പ്രാധാന്യേന ഉദ്ദേശിക്കുന്നത് സംശയ നിവാരണമാണെന്നും ഓർമ്മിക്കുക. കുറേ കടലാസുണ്ട്, എല്ലാമൊന്നും പറയാമെന്ന് പറയുന്നില്ല, അറിയുന്നത് സമയപരിധിക്കുള്ളിൽ പറയാം.
കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അതുവരെ അത്യന്തം സഹിഷ്ണുക്കളെന്നു കരുതിയ ക്രൈസ്തവ സംഘടനകളുടെ കറുത്ത മുഖമല്ലേ കണ്ടത്? അതിനോടനുബന്ധിച്ച കലാപങ്ങളിൽ പങ്കെടുത്ത മാഫിയ, കൊള്ള, കൊട്ടേഷൻ ലോബികളോട് അനുഭാവപൂർണമായ നിലപാടെടുത്ത CPM-നെ പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ചെയ്തികളെ സ്വാമിജി എങ്ങനെ കാണുന്നു? ഇവിടെ ഈ അടുത്ത കാലത്ത് വളരെയധികം കലുഷിതമായ സമൂഹ സാഹചര്യമുണ്ടാക്കിയ ഒരു വിഷയമാണിത്. ഇവിടെ ലോകം ഇന്ന് ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രത്തലവന്മാരായാലും ശാസ്ത്രജ്ഞന്മാരായാലും മറ്റ് ചിന്തകന്മാരായാലും ഒത്തുചേർന്നാൽ ഇന്ന് ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പരിസ്ഥിതി പ്രശ്നം, പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് എങ്ങനെയൊക്കെ പുനഃക്രമീകരിക്കാൻ പരിശ്രമിക്കണം. ഇതിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ ഒട്ടധികം പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നു, ഒട്ടധികം തിരുത്തലുകളും നടക്കുന്നു. ഒട്ടധികം തിരുത്തലുകൾ വരുത്താൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ കാഴ്ച നമ്മൾ കാണുന്നു. ഈ സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ പല വിഷയങ്ങളും പെട്ടു. ഒന്ന്, നദിയെ മലിനമാക്കുന്ന വിഷയങ്ങൾ. ഗംഗ, യമുന തുടങ്ങിയ നദികളെ അത്യന്തം മനുഷ്യന്മാർ മലിനമാക്കുന്നു. ഇതിനെ സംബന്ധിച്ച് പഠന റിപ്പോർട്ടുകൾ നൽകാൻ കമ്മീഷനുകളെ നിയോഗിച്ചു. അതുപോലെ തന്നെയാണ് അശാസ്ത്രീയമായ ഖനനങ്ങളും, അതുപോലെ ഇത്ര ശതമാനം വനപ്രദേശം ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂമിയുടെ സന്തുലിത ഭാവത്തിന് നിലനിർത്തണം എന്നുള്ള സാമാന്യ മര്യാദകളെ മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള വനനശീകരണങ്ങളും ജലസ്രോതസ്സുകളെ നശിപ്പിക്കുന്ന തരം ഖനനങ്ങളും ഒക്കെ നടക്കുന്നു. ഇതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്താനും ഗവൺമെൻറ് കമ്മീഷനുകളെ വെച്ചു. അതിൽ ജൈവ വൈവിധ്യത്തിൻ്റെയും ജലസ്രോതസ്സിൻ്റെയും വിഷയത്തിൽ ഭാരതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ പശ്ചിമഘട്ടത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ പ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രകാരനായ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രഗത്ഭന്മാരായ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ വ്യത്യസ്ത ശാസ്ത്ര ഗവേഷണ വിഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ വലിയൊരു തപസ് തന്നെയാണ് ചെയ്തത്. പശ്ചിമഘട്ടത്തിൽ പരിപൂർണമായി സഞ്ചരിച്ച് എല്ലാ ശാസ്ത്രീയങ്ങളായ വിഷയങ്ങളെയും പഠിച്ച് ഇന്നത്തെ അവിടെയുള്ള ജനജീവിതത്തെ പരിഗണിച്ച് എന്തൊക്കെ സന്തുലിത ഭാവം നിലനിർത്താൻ വേണ്ടി വേണം എന്നുള്ളതിനെക്കുറിച്ച് ശുപാർശകൾ നൽകി. നമുക്കെല്ലാവർക്കും ഇത് പഠിക്കാം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഇൻ്റർനെറ്റ് ഒന്ന് ലഭിക്കും. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇൻ്റർനെറ്റ് നമുക്ക് തരും. ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സമ്മിശ്രങ്ങളായ പ്രതികരണങ്ങളുണ്ടായി. ഒട്ടധികം പരിസ്ഥിതിവാദികൾ ഇത് വളരെ സ്തുത്യർഹമാണ്, സ്വീകാര്യമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അതേസമയത്ത് ഇത് വളരെയധികം കർഷക ദ്രോഹപരമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. അതിലുപരിയായിട്ട് ഇത് അങ്ങേയറ്റം അസ്വീകാര്യമാണ്, തള്ളേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും പലരും മുന്നോട്ട് വന്നു. സാധാരണഗതിയിൽ ഒരു കമ്മീഷൻ, ഒരു കമ്മിറ്റി, അതും പ്രഗത്ഭന്മാർ, അന്താരാഷ്ട്ര പ്രസിദ്ധിയാർജിച്ച ശാസ്ത്രജ്ഞന്മാർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ
എന്തെങ്കിലും അപാകങ്ങളുണ്ടെന്ന് കണ്ടാൽ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ വീണ്ടും സമയം നീട്ടിക്കൊടുത്ത് ചില പഠനങ്ങൾ നടത്തി അവതരിപ്പിക്കാനാണ് ഗവൺമെൻറ് ആവശ്യപ്പെടാറ് പതിവ്. എന്നാൽ ഈ മര്യാദയ്ക്ക് ലംഘിച്ച് പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തുകൊണ്ടാണതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ല. ഏതായാലും അങ്ങനെയാണ് ഉണ്ടായത്. ഗാഡ്ഗിൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി പരിവർത്തനം വരുത്താൻ ആവശ്യപ്പെടുന്നതല്ലാതെ അതിന് പകരം കസ്തൂരി രംഗൻ എന്നുള്ള പ്രഗത്ഭനായ മറ്റൊരു ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ച് പുതിയൊരു പഠനത്തിന് ഏർപ്പാട് ചെയ്തു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കുറേ ദോഷങ്ങളുണ്ട്, കുറേ ഗുണങ്ങളുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലും നിശ്ചയമായും കുറച്ചൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുമായിരിക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. പക്ഷെ ഈ രണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകളും ചിലത് ചില വിഷയങ്ങളിൽ സമഗ്രമാണ്, ചിലത് ചില വിഷയങ്ങളിൽ സമഗ്രമല്ല. എങ്കിൽ തന്നെയും രണ്ട് റിപ്പോർട്ടുകളും ഏകസ്വരത്തിൽ അശാസ്ത്രീയമായ ഖനനങ്ങൾ പശ്ചിമഘട്ടത്തിൽ നിരോധിക്കണം, അത് തന്നെ ചില പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ പ്രത്യേകമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെയുള്ള ഉത്ഖനനങ്ങളെ തീർത്തും നിരോധിച്ചിരിക്കണം, ചില സ്ഥലങ്ങളിൽ അതിൻ്റെ തോത് കുറച്ചിരിക്കണം. അതുപോലെ ഈ പശ്ചിമഘട്ടത്തിലെ പ്രത്യേകം വിഭാഗം തിരിച്ച് ABCD ക്രമത്തിൽ വിഭാഗം തിരിക്കപ്പെട്ട ദുർബല പ്രദേശങ്ങളിൽ ഇത്ര സ്ക്വയർ മീറ്റർ ഏരിയയിൽ അധികമുള്ള പൈലിംഗ് ആവശ്യമുള്ള തരം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കരുത്. അതുപോലെ ജൈവ വൈവിധ്യത്തിൻ്റെ മുഴുവൻ ഭാരതത്തിൽ ഏറ്റവും വലിയ കേന്ദ്രസ്ഥാനമെന്നുള്ള ഈ പശ്ചിമഘട്ടത്തിൽ ഇത്ര തോതിന് കൂടുതൽ ദോഷം ചെയ്യുന്ന തരം രാസിക പ്രയോഗങ്ങൾ ഒഴിവാക്കണം. അത് പെസ്റ്റിസൈഡ്സും കീടനാശിനികളും അതുപോലെ വളങ്ങളും, എല്ലാ വളത്തെയും നിരോധിച്ചിട്ടില്ല. ഇങ്ങനെ ഒട്ടധികം ശുപാർശകൾ. ഏത് ശുപാർശകളെ അംഗീകരിച്ചാൽ നമ്മുടെ പരിസ്ഥിതി സന്തുലിത ഭാവം നിലനിൽക്കുമോ അത്തരം ശുപാർശകൾ ഈ കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ നമുക്ക് ഇന്ന് പഠിക്കാനും വാങ്ങാനും കിട്ടും. മാത്രമല്ല അവയുടെ തുലനാത്മകമായ പഠനം നടത്താനുള്ള ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, വായിക്കുക. പക്ഷെ ഈ വകയൊന്നും വായിക്കാതെ പഠിക്കാതെ വലിയൊരു പൊട്ടിത്തെറിയാണ് നമ്മൾ കണ്ടത്. എപ്പോൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടല്ല, എന്നാൽ അതിലെ ശുപാർശകളിലെ പ്രാഥമികമായ ചില ഇനങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട്, ഒരു 5 ഇനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്, പ്രത്യേകമായ ഇത്ര തോതിലധികമുള്ള രാസിക പ്രയോഗങ്ങളെ നിരോധിച്ചുകൊണ്ടും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലുള്ള വലിയ ഖനനങ്ങളെ, കരിങ്കൽ ക്വാറികളെ നിരോധിച്ചുകൊണ്ടും, അതുപോലെ ജലസ്രോതസ്സുകളുടെ ഇത്ര ദൂരെയുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിരോധിച്ചുകൊണ്ടും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെച്ചപ്പോഴത്തേക്ക്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒന്നാകെ മതസംഘടനകൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ മതസംഘടനകൾ പൊട്ടിത്തെറിച്ചു. അതുവരെ പരിസ്ഥിതി സന്തുലിതം എന്നൊക്കെ പ്രസംഗിച്ച് നടന്നിരുന്ന ഒട്ടധികം സംഘടനകൾ അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. എത്രയോ പോലീസ് ജീപ്പുകൾ കല്ലെറിഞ്ഞ് നശിപ്പിക്കപ്പെട്ടു, എത്രയോ KSRTC ബസ്സുകൾ കല്ലെറിഞ്ഞ് നശിപ്പിക്കപ്പെട്ടു. എത്രമാത്രം അക്രമ പരമ്പരകൾ അരങ്ങേറി എന്നല്ല, ഇത് മറ്റു ജാലിയൻ വാലാബാഗുകൾ ആവർത്തിക്കാനുള്ള രക്തരൂഷിതമായ വിപ്ലവങ്ങളിലേക്കുള്ള കാൽവെപ്പാണെന്ന് ചില ബിഷപ്പുമാർ പ്രസംഗിച്ചു. ഇത് മൊത്തം പശ്ചിമഘട്ടത്തെ മറ്റൊരു കാശ്മീരാക്കി മാറ്റുകയാണെന്ന് ചിലർ ഭയപ്പെടുത്തി. ഇതൊക്കെ നമ്മളിതാ ഈ മാസം, കഴിഞ്ഞ മാസമാണ് കേട്ടത്. എന്തെല്ലാം അക്രമങ്ങൾ നടന്നു. ഈ അക്രമങ്ങളിൽ പങ്കെടുത്ത സാധാരണ ജനങ്ങൾ ഒന്ന് റിപ്പോർട്ടുകൾ പഠിച്ചിട്ടുണ്ടോ?
ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. പണ്ടൊരാള് കാള പെറ്റൂന്ന് കേട്ടപ്പോഴത്തേക്ക് കയറെടുത്ത കഥ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ കാന്ന് പറയുമ്പോഴത്തേക്ക് കയറെടുത്തു കുട്ടീനെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഈ മത രാഷ്ട്രീയ ശക്തികളുടെ ശക്തിക്ക് മുമ്പിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. ഇവിടെ ശാസ്ത്രീയമായൊരു പദ്ധതിയാണ് ആവശ്യം. അശാസ്ത്രീയമായ കുടിയേറ്റങ്ങൾ കൊണ്ട് പരിസ്ഥിതി കൂടുതൽ നശിക്കുന്നൊരവസ്ഥാവിശേഷം വരുമ്പോൾ ശാസ്ത്രീയമായ മറ്റ് പുനരധിവാസ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ നടപടികൾ. അത്തരം നടപടികളിലൂടെ ശക്തമായ ഒരു മേൽനോട്ട സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് പരിശ്രമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാശകരമാണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അത്രയ്ക്കധികം വനനശീകരണം, പർവ്വത നശീകരണം, നദീസ്രോതസ്സുകൾ നശീകരിക്കപ്പെടുന്നത് ഇന്ന് വലിയ വിപത്താണ്. ഒരു തുടക്കം ആരെങ്കിലും കുറിക്കണ്ടേ? ആ നിലയ്ക്ക് നല്ലൊരു തുടക്കമായിട്ടാണ് ഈ കമ്മിറ്റികളെ സർക്കാർ നിയോഗിച്ചതിനെ നമ്മളൊക്കെ നോക്കി കാണുന്നത്. അതിൽ അപാകങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തണം, തീർച്ചയായിട്ടും. പക്ഷേ അപാകങ്ങളെ തിരുത്തുന്നത് രാഷ്ട്ര താല്പര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം, അല്ലാതെ മത താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാവരുത്. നിയമത്തെ ലംഘിക്കുന്നവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ടാവരുത്, നിയമത്തെ പാലിക്കുന്നവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ടാവണം. അശാസ്ത്രീയമായി വനമേഖല വെട്ടിപ്പിടിക്കുന്നവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പട്ടയം കൊടുക്കുന്നതിലാവരുത്, മറിച്ച് വെട്ടിപ്പിടിക്കുന്നവരെ നിയമമനുസരിച്ച് പുറത്താക്കുന്നതിലൂടെ ആയിരിക്കണം. ചിന്തിക്കുക. ഈ വിഷയത്തിലൊക്കെ നല്ലതുപോലെ പഠന ഗവേഷണങ്ങൾ നടക്കേണ്ടതാണ്. ഇവിടെ പറയട്ടെ, ഒന്നിലധികം പ്രശ്നം എഴുതിയ കടലാസുകൾ ബാക്കിലേക്ക് ആദ്യമേ വയ്ക്കും, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വവർഗരതി നിയമം മൂലം തടയേണ്ട ഒന്നാണോ? അതിനെതിരെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഈയിടെ സംഘടിച്ചിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? ഇത് ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായത് നമുക്കൊക്കെ അറിയാം. വാസ്തവത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാവേണ്ടതാണോ ശരിക്ക്? എന്തിനാ ഇപ്പോൾ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത്? പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിൽക്കാൻ പോണോ? ഇത് നല്ലതാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? രണ്ടും വേണ്ട. ലോകമുണ്ടായ കാലം മുതൽ, സമൂഹമുണ്ടായ കാലം മുതൽ ഇതൊക്കെ സമൂഹത്തിലുണ്ട്. ഇത് ശാസ്ത്രീയമായി സമീപിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മുടെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുടെ രൂപീകരണമൊക്കെ നമ്മുടെ ക്രോമസോം സ്ട്രക്ചറിലേക്കും മറ്റും പോയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ഘടനാപരമായി തന്നെയുള്ള വൈകല്യങ്ങൾ ഒരു പൂർണ്ണ പുരുഷൻ പൂർണ്ണ സ്ത്രീ എന്നതിൻ്റെ നിർമ്മിതിയിലേക്ക് നയിക്കാതെ പുരുഷ ആകാരത്തിലാണെങ്കിലും സ്ത്രീഭാവം കൂടുതലുള്ള, സ്ത്രീ ആകാരത്തിലാണെങ്കിലും പുരുഷഭാവം കൂടുതലുള്ള തരം സൃഷ്ടികളെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ മാനസികമായ മാനുഷികമായ ചിന്തകളെ അംഗീകരിക്കാൻ സമൂഹത്തിന് സാധിക്കണം. അപ്പോൾ സ്വാഭാവികമായി ആകാരം കൊണ്ട് സ്ത്രീയാണെങ്കിലും അവർക്ക് വിപരീത ലിംഗമായി സ്ത്രീയെ തന്നെയാണ് കണക്കാക്കാൻ കഴിയുക. ആകാരത്തിൽ പുരുഷനാണെങ്കിലും വിപരീത ലിംഗമായി പുരുഷനെ തന്നെയാണ് കണക്കാക്കാൻ കഴിയുക. അപ്പം അതുകൊണ്ട് ബാഹ്യമായി നോക്കുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോട് വിപരീത ലിംഗത്തോടുള്ളതുപോലെയുള്ള ആകർഷണം അവർക്ക് ജന്മസിദ്ധമായി ഉണ്ടാവും. ഇത് നമ്മൾ സമീപിക്കേണ്ടത് ശാസ്ത്രീയമായിട്ടാണ്. ഇത്തരം സ്വവർഗരതിയിലേക്ക് താല്പര്യമുള്ളവരുടെ ജനറ്റിക് സ്ട്രക്ചറുകൾ പഠിച്ചു കഴിഞ്ഞാൽ, അവരുടെ ക്രോമസോം സ്ട്രക്ചറുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം മനസ്സിലാവും എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ നിയമം മൂലം നിരോധിക്കുകയോ നിയമം മൂലം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യേണ്ട വിഷയമല്ല. ഇതെല്ലാ കാലവും അതൊക്കെ നടക്കും, അതങ്ങ് ഉപേക്ഷിക്കുക വേണ്ടത്. ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ നടന്നോളും സമൂഹത്തിൻ്റെ. എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തിനെ നമ്മൾ നിയമം മൂലം നിരോധിക്കാൻ ശ്രമിക്കുന്നുവോ നിഷേധിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോൾ അത് വളരും. എന്തിനെ നിയമം മൂലം അനുകൂലിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴും അത് വളരും.
അതുകൊണ്ട് ഈ വിഷയത്തിൽ വിദ്വാൻമാർ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇന്ന് നിർവഹിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ വളരെ ശാസ്ത്രീയങ്ങളായ പഠനങ്ങൾക്ക് ശേഷം ഈ വിഷയം ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഗവേഷണ പ്രബന്ധങ്ങൾ. അതുകൊണ്ട് ഇതിന് അനുകൂലമോ പ്രതികൂലമോ നിൽക്കാതെ ഉള്ള ഒരു സമീപനം എടുക്കുന്നതാണ് ശാസ്ത്രീയമെന്നാണ് നമ്മുടെ അഭിപ്രായം. ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ അഭിപ്രായം എടുത്ത് ആരാ സ്വീകരിക്കാൻ പോണേ? നമ്മളുടെ ആരെങ്കിലും ഏതെങ്കിലും കമ്മീഷൻ നിയോഗിച്ചോ ചിദാനന്ദപുരസ്വാമിയെ ഈ വിഷയത്തിൽ? ഇല്ല. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പുരാതന സർവകലാശാലകളിൽ ഒന്നായിരുന്ന നളന്ദ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തുടങ്ങിയതായി അറിഞ്ഞു. ദീർഘകാലമായി ഇത് തുടങ്ങിയിട്ട് വളരെ ശക്തമായി ഇപ്പോൾ നളന്ദ സർവകലാശാല പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള വാക്ക് ശരിയല്ല, ആ പേരിൽ പുതിയൊരു സർവകലാശാല ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഭാരതീയ പൈതൃകത്തിൽ ഉത്തരേന്ത്യക്കാർക്കുള്ള താല്പര്യം അത്ര പോലും വിദ്യാസമ്പന്നരായ കേരളീയർക്കില്ല എന്നാണോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും വിമാനത്താവളവുമായുള്ള വിവാദങ്ങൾ തുടർച്ചയായി കാണുന്നതിൻ്റെ കാരണം? സമീപകാലത്തായി രാഷ്ട്രീയ പാർട്ടികൾ പോലും അണികളിൽ ഹൈന്ദവാചാരങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നതായി അറിയുന്നു. സാധാരണക്കാരായ അണികൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ദൂരമായ നിലയ്ക്ക് നോക്കിയാൽ ഒരേ സമാനതയുള്ള വിഷയമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ബന്ധമില്ലാത്ത വിഷയമാണ് ഈ ലേഖനകർത്താവ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. ഇതിവിടെ ഉത്തരേന്ത്യക്കാരുടേതല്ല നളന്ദ സർവകലാശാല പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമം. അത് ഭാരതത്തിൻ്റെ മൊത്തമാണ്. ഭാരതത്തിൻ്റെ മൊത്തമല്ല, അതിന് ഏറ്റവും നല്ല സഹായം ചെയ്യുന്നത് അന്താരാഷ്ട്ര ഏജൻസിയായ യുനെസ്കോ ആണ്. കേവലം ഭാരതത്തിൻ്റെ അല്ല. ലോക സമൂഹം നളന്ദ തക്ഷശില മുതലായ സർവകലാശാലകൾ ഉണർന്നു കാണണം ആ നിലവാരത്തിലെന്ന് അഭിലഷിക്കുന്നു. അതിനനുസരിച്ച് നമ്മളും ഇച്ഛിക്കാൻ തുടങ്ങിയപ്പോൾ നളന്ദ എന്നുള്ള പേരിൽ സർവകലാശാല രൂപീകരിക്കാനും അവിടെ ഭാരതീയ വിജ്ഞാനീയത്തിൻ്റെ എല്ലാ ശാഖകളിലും ഇന്ന് ഉപലഭ്യങ്ങളായ ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ്ഡ് കോപ്പികളാക്കിയിട്ട് സമാഹരിക്കാനും മറ്റുള്ള പരിശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഏറെ താമസിയാതെ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള പ്രാചീന ഗ്രന്ഥങ്ങളുടെ മുഴുവൻ സമാഹാരമുള്ള ഒരു സർവകലാശാല രൂപപ്പെടും, ഗ്രന്ഥശേഖരം രൂപപ്പെടും. അതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഫാക്കൽറ്റികൾ, വിവിധ മേഖലകളിലുള്ള ഇൻഡോളജി, വ്യത്യസ്ത പഠന മേഖലകൾ അവിടെ സ്ഥാപിതമാകും. നമുക്കെല്ലാം ശുഭമായി ആ പൂർണ്ണമായൊരു സർവകലാശാലയുടെ സ്ഥാപനത്തെ ഇച്ഛിക്കാം, സങ്കല്പിക്കാം, പ്രതീക്ഷിക്കാം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും വിമാനത്താവളവും വേറൊരു വിഷയമാണ്. ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് തന്നെ അംഗീകരിക്കപ്പെട്ടൊരു നയമുണ്ട്. 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കിടയ്ക്ക് 150 കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരിക്കണമെന്ന്. 150 കിലോമീറ്ററിൽ കുറവ് വിമാനത്താവളങ്ങളുണ്ട്, പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കില്ല, തീർത്തും ഡൊമസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ട് ആകുമ്പോൾ വേണ്ട റൺവേയും ഇൻ്റർനാഷണൽ എയർപോർട്ട് ആകുമ്പോൾ വേണ്ട റൺവേയും വളരെ വ്യത്യാസമുണ്ട്. അവിടുത്തെ സൗകര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം 150 കിലോമീറ്ററിനകത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ലോകത്തൊരു രാജ്യത്തും തന്നെ വയ്യ എന്നുള്ളതാണ് മൊത്തം നിലപാട്. എന്നാൽ ഈ നിലപാടിനെ പോലും കാറ്റിൽ പറത്തി തിരുവനന്തപുരം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുടെ മധ്യത്തിൽ 150 കിലോമീറ്റർ ഇല്ലാത്ത രീതിയിലാണ് ആറന്മുള ഇപ്പോൾ വരുന്നത്. 2, വ്യക്തമായ പരിസ്ഥിതി പഠനങ്ങൾക്ക് ശേഷമാണ് ഇതിന് അംഗീകാരം കൊടുക്കാറ്. ഇവിടെ അംഗീകാരം കൊടുത്തതിന് ശേഷമാണ് പരിസ്ഥിതി ഗവേഷണങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യം തന്നെ എന്തിനെന്ന് പോലും നാട്ടുകാർ അറിയാത്ത രീതിയിൽ റിയൽ എസ്റ്റേറ്റുകാർ വന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതാണ് കണ്ടത്. പലരും പറഞ്ഞു അവിടെ ഈ അപ്പാർട്ട്മെൻറ്റ്സ് വരികയാണെന്നൊക്കെ. അപ്പോൾ വിചാരിച്ചു അപ്പാർട്ട്മെൻറ്റോ, എന്തിന്? ഇവിടെ എന്ത് അപ്പാർട്ട്മെൻറ്റാ? അത് ക്ഷേത്രം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ. പിന്നീടാണ് ഇതിന് കമ്പനി ആയിട്ട് ഫോം ചെയ്ത് എയർപോർട്ട് വരുന്ന കാര്യം വെളിച്ചത്ത് വന്നത്. അവിടെ ഒരു ചോദ്യം, റൺവേ ആരംഭിക്കുന്നത് 960 മീറ്റർ ദൂരത്താണ് ക്ഷേത്രത്തിൽ നിന്ന്, 1000 മീറ്റർ പോലും ഇല്ല. അല്ല, അത് കുറച്ച് അങ്ങോട്ടാക്കിയാൽ എന്താ കുഴപ്പം? ആർക്കതിൻ്റെ വലിയൊരു ആവശ്യമുള്ളത്? അതിന് പകരം തിരുവനന്തപുരം, കൊച്ചിൻ എയർപോർട്ടുകളുടെ മധ്യത്തിൽ ഉള്ള നാഷണൽ ഹൈവേ വീതി കൂട്ടിയാൽ പോരെ.
പുതിയൊരു റോഡ് നിർമ്മിച്ചാൽ ഇത്ര വലിയ കുഴപ്പമുണ്ടോ? ത്വരിത വേഗത്തിൽ അതിലേക്ക് സഞ്ചരിക്കുന്ന റെയിൽവേ ഏർപ്പെടുത്തിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഇത്തരം ശാസ്ത്രീയങ്ങളായ പഠനങ്ങൾക്ക് പോകാതെ പുതിയൊരു എയർപോർട്ടിന് വേണ്ടിയുള്ള പരിശ്രമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? ഇതിൻ്റെ നിക്ഷേപകരാരാണ്? അവർക്ക് ആരുടെ ബിനാമികളാണ് അവർ? എന്ത് സർക്കാരിന് ഇത്ര വലിയൊരു തിരക്ക് ഈ വിഷയത്തിൽ? മാത്രമല്ല, അവിടെ വലിയൊരു ചോദ്യം, ഇന്ന് കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ യാത്രക്കാരിൽ ഭൂരിഭാഗവും തിരുവല്ല ആ ഭാഗത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവരെ മുഴുവൻ അത്രയും വലിയ ഇൻ്റർനാഷണൽ യാത്രക്കാരെ നഷ്ടപ്പെടുത്തുന്ന വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതിനെതിരായി നിന്നില്ല? ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷകരമാണ്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് വളരെ ഗൗരവപൂർവ്വം എടുക്കുകയും അഡ്വക്കേറ്റ്സ് കമ്മീഷനെ നിയോഗിക്കുകയും അങ്ങനെ ഹൈക്കോടതിയാൽ നിയോഗിക്കപ്പെട്ട അഡ്വക്കേറ്റ്സ് കമ്മീഷൻ ഒരു കാരണവശാലും ഈ എയർപോർട്ട് വരുന്നത് ക്ഷേത്രത്തിനും അവിടുത്തെ സംസ്കാരത്തിനും യോജിച്ചതല്ലെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മിനിയാന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താകും ഫലമെന്ന് നോക്കിക്കാണാം. തൽക്കാലം ഉപസംഹരിക്കുന്നു. ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിന്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.